നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. വിഷയം മതേതരത്വവും ഇസ്ലാമും എന്നുള്ളതാണ്. നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ വ്യാപകമായിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നൊരു വാക്കാണ് മതേതരത്വം എന്നുള്ളത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് മതേതരത്വം. ഈ മതേതരത്വം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് എല്ലാവരും ഒരേ രീതിയിൽ പറയുന്നുണ്ട്. ഒരേ സമയം സെക്യുലർ ആണ് എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും സെക്യുലർ പാർട്ടികളാൽ വർഗീയമെന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരവകാശപ്പെടുന്നത് അവരെല്ലാം മതേതരത്തിൽ വിശ്വസിക്കുന്നുവെന്നും മതേതര രാഷ്ട്രീയ പാർട്ടികളാണെന്നുമാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടന ആയാലും മറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ അത് ഏത് സംഘടന പ്രവർത്തിച്ചാലും ആ സംഘടനകളെല്ലാം അവകാശപ്പെടുന്നവരെല്ലാം മതേതരത്തിൽ വിശ്വസിക്കുന്നു, മതേതരത്വം സംരക്ഷിക്കണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു വരുന്ന മതേതരത്തെക്കുറിച്ചുള്ളൊരു ധാരണ മതസൗഹാർദ്ദമെന്നോ അല്ലെങ്കിൽ ഭാരതീയമായൊരു കൺസെപ്റ്റിൽ പറഞ്ഞാൽ സർവ്വധർമ്മ സമഭാവന എന്നോ അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഗവൺമെൻറ് ഒരുപോലെ പരിഗണിക്കുന്ന ഒന്നാണ് മതേതരത്വം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവ്വപ്പള്ളി രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും പാശ്ചാത്യമായ മതേതര സംസ്കാരമല്ല ഇന്ത്യയുടേതെന്നും ഇന്ത്യയുടേത് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് അദ്ദേഹം മതേതരത്തെ വിഭാവനം ചെയ്തിരുന്നത്. പറഞ്ഞ് മതേതരത്വം എന്ന ആശയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും സന്മാർഗശാസ്ത്രത്തിൽ നിന്നും മതത്തെ ഒഴിവാക്കി നിർത്തുന്ന ഒരു പുരോഗമനപരമായ വീക്ഷണമാണ്. ബ്രിട്ടീഷ് യുക്തിവാദിയായിരുന്ന G.J. ഹോളിയോക്ക് എന്ന് പറയുന്ന പണ്ഡിതനാണ്, ചിന്തകനാണ് ഈ സെക്യുലറിസം എന്ന വാക്കിൻ്റെയും അതിൻ്റെ ആശയത്തിൻ്റെയും ഉപജ്ഞാതാവ്. ഭാരതീയമായിട്ടുള്ളൊരു ആശയമല്ല സെക്യുലറിസം എന്ന് പറഞ്ഞാൽ, അത് വൈദേശികമായ ഒരു ആശയമാണ്. ബ്രിട്ടീഷ് യുക്തിവാദിയായിരുന്ന G.J. ഹോളിയോക്കാണ് സെക്യുലറിസം എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുകയും ഇന്ന് ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ മതേതരത്വം ഏറ്റവും ആവശ്യമാണ് എന്ന് കരുതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് മതക്കാരെ സുഖിപ്പിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മതങ്ങൾക്കും തുല്യത കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഭാവിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. മതത്തെ വിമർശിച്ചാൽ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതനിന്ദ കുറ്റം ചുമത്തി ആളുകളെ പീഡിപ്പിക്കുന്നൊരു അവസ്ഥ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ മതനിന്ദാ നിയമം സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും ഇവിടെ തിരുത്താനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സിനിമ വിവാദമായി ലോകമെമ്പാടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും അമേരിക്ക ഗവൺമെൻറ് ഇവിടെ ക്രിസ്ത്യൻ മതമൗലികവാദികളാണ്, ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്നൊക്കെ ഇവിടെയുള്ള മതവാദികളൊക്കെ വിശേഷിപ്പിക്കുന്ന ആ രാജ്യത്തിൽ അതിൻ്റെ സംവിധാനത്തിനെതിരായിട്ട് അതിൻ്റെ പേരിൽ യാതൊരു നടപടി എടുത്തില്ല എന്നുള്ളതും ഈ മതമൗലികവാദികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അമേരിക്കൻ സെക്യുലർ ഭരണകൂടം എടുത്തത് എന്നുള്ളതും വളരെ പ്രസ്താവ്യമാണ്. മതത്തെ ഒഴിവാക്കി നിർത്തുന്ന പുരോഗമന വീക്ഷണം എന്ന് പറയുമ്പോൾ ഇത് മതങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ മതേതരത്വം സ്ഥാപിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക ആചാര്യനായിരുന്ന അബുൽ ആല മൗദൂദി മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്ന പേരിലൊരു ചെറിയ ലഘു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ പുസ്തക രൂപം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് മതേതരത്തെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും നിഷ്കരണം തള്ളിക്കളയുകയും അത് മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും തടസ്സമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നൊരു സാധനമാണത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ പറയുന്നത് മതേതരത്വം ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്, സ്ഥാപിക്കപ്പെടേണ്ടതാണ്. ഇസ്ലാം മതത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ വിഷയം അതായതുകൊണ്ട് ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്നൊരു സിദ്ധാന്തമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ അധീശത്വം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ളൊരു സിദ്ധാന്തം. നിയമങ്ങൾ നിർമ്മിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂവെന്നും ദൈവത്തിന് കീഴടങ്ങി മനുഷ്യൻ
ജീവിക്കണമെന്നുമാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ മതമാണെന്നും ഇസ്ലാമിൻ്റെ വാക്കിൻ്റെ അർത്ഥം സമാധാനമാണെന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ മതം എന്ന് പറയുമ്പോൾ ശരിയായ മതത്തിൻ്റെ അർത്ഥം അഭിപ്രായം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ മതം ഹിന്ദുമതമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഹിന്ദുമതമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ മതം ക്രിസ്തുമതമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഭിപ്രായമാണെന്നല്ല, സംഘടിത മതത്തെ ഉദ്ദേശിച്ചാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അപ്പോൾ മതങ്ങൾ പൊതു സമൂഹത്തിൽ നിന്ന് ഒഴിവായി അത് വ്യക്തിപരമായ കാര്യം മാത്രമായി മാറ്റി നിർത്തണം എന്നുള്ള ആശയമാണ് മതേതരത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്ലാം പറയുന്നത് കീഴടങ്ങി ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കീഴടങ്ങുന്നതാണ്. ദൈവത്തിനും അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾക്കും കീഴടങ്ങി മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടിമയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും കീഴടങ്ങി ഒരു മനുഷ്യൻ ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് നൽകുന്നത്. മുസ്ലിങ്ങൾക്കിടയ്ക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് അബ്ദു എന്നുള്ളത്. അബ്ദുൾ റഹിമാൻ എന്ന ദൈവത്തിൻ്റെ അബ്ദു എന്ന വാക്കിൻ്റെ അർത്ഥം അടിമ എന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അബ്ദു ചേർന്നുള്ള പേരുകളെ കാണാം. പലർക്കും അതിനെക്കുറിച്ചുള്ള അർത്ഥം അറിയാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ഈ അടിമത്തം മാനസികമായിട്ട് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയൊരു വിഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നിയമമല്ലാത്ത മറ്റ് നിയമങ്ങൾ അംഗീകരിക്കരുത് എന്നുള്ളതാണ് ഇത്തരക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ പരസ്യമായിട്ട് അവരിത് പറയുകയില്ല. നേരെ മറിച്ച് മതേതരത്വമാണ് ഏറ്റവും മഹത്തായ ഒരു ശാസ്ത്രമാണെന്നും മതേതരത്വം സംരക്ഷിക്കണമെന്നും പറയും. മതേതരത്തിൻ്റെ ഉപജ്ഞാതാക്കളും യുക്തിവാദികളും ലോകമെമ്പാടും പ്രചരിപ്പിച്ചവരും യുക്തിവാദികളാണെങ്കിലും ഇന്ന് മറ്റ് മതമൗലികവാദ സംഘടനകളെല്ലാം മതേതരത്വം ഏറ്റെടുത്ത് മതേതരത്തെ സംരക്ഷിക്കണമെന്നും അവരുടെ സംരക്ഷകരാണെന്ന് അവരുടെ മതത്തിലും അവരുടെ സിദ്ധാന്തങ്ങളിലെല്ലാം മതേതരത്വം അടങ്ങിയിരിക്കുന്നുവെന്നും അവകാശപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം സംസാരിക്കാൻ നമ്മളിവിടെ തിരഞ്ഞെടുത്തത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്ന അയൂബ് ഇസ്ലാം മതത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. പുള്ളി ഒരു പള്ളിയിലെ ഉസ്താദായിരുന്ന ഒരാളാണ്. യുക്തിബോധം തലക്കേറിയപ്പോൾ അദ്ദേഹം മതം ഉപേക്ഷിക്കുകയും യുക്തിവാദത്തിൻ്റെ ചിന്താഗതിയിലേക്ക് വരികയും ചെയ്ത ഒരാളാണ്. കായംകുളം സ്വദേശിയാണ് അദ്ദേഹം. ഇപ്പോൾ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മതേതരത്വവും ഇസ്ലാമും എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യേണ്ടത്. മതേതരത്വം എന്നതിനോട് ഒരു മതവും ചേരില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം വേർതിരിച്ച് ചർച്ച ചെയ്യുന്നത്? മതേതരത്വം എന്ന് പറഞ്ഞാൽ തന്നെ മത ഇതരത്വം എന്നാണ്. അതിനോട് ഒരു മതവും ചേരുന്നില്ലെങ്കിലും ഇസ്ലാമല്ലാത്ത രാജ്യങ്ങളൊക്കെ മതേതര രാജ്യമാണ്. ഈ അടുത്ത കാലത്ത് വരെ നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായിരുന്നു. സമീപന ഭാവിയിൽ അത് മതേതരത്വം അംഗീകരിക്കുകയും ചെയ്തു. അപ്പം മതേതരത്വമല്ലാത്ത രാജ്യം ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ്. മാത്രമല്ല, മതേതരത്വം ഇന്ത്യയിൽ പറയുന്ന ആളുകൾ വിദേശത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ തനിമയായ അർത്ഥം, മതേതരത്വത്തിൻ്റെ ശരിയായ അർത്ഥം കാഴ്ചവെക്കുകയും അവർ തന്നെ ഇന്ത്യയിൽ വരുമ്പോൾ അതിന് വെള്ളം ചേർക്കുകയും ചെയ്യുന്ന ചുറ്റുപാട് കാണുന്നുണ്ട്. മാത്രമല്ല, മതേതരത്വത്തിന് തടസ്സം നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മതേതരത്വം ഇസ്ലാമും തമ്മിൽ ചേർത്ത് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മതേതരത്വം എന്നാൽ എന്താണ് എന്നൊരു നിർവചനം പറയേണ്ടി വരുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണത്. കാരണം യൂറോപ്പും അമേരിക്കയുമാണ് മതേതരത്തിൻ്റെ ജന്മഭൂമി. യൂറോപ്പിൽ മതേതരത്തിൻ്റെ വളർച്ചയ്ക്കും നിധാനത്തിനും കാരണമായത് ജോർജ് ജേക്കബ് ഹോളിയോക്ക് ആയിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു സെക്കുലറിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും. സെക്കുലറിസവും തിയോളജിയും പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് പദങ്ങളാണ്, രണ്ട് ആശയങ്ങളാണ് എന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞത്. മനുഷ്യൻ്റെ ഭൗതിക വ്യവഹാരത്തിൽ
ദൈവത്തിനും ദൈവീക നിയമങ്ങൾക്കും യാതൊരു പങ്കുമില്ല എന്ന് ഹോളിയോക്ക് തറപ്പിച്ചു പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിലാണ് സെക്കുലറിസം ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് വളർന്നു വന്നത്. അതിൻ്റെ ആരംഭം മുതലേ മതനിഷേധമാണ്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലും പുരോഗതിക്കും മതങ്ങളുടെ ആവശ്യമില്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യയും യുക്തിബോധവുമാണ് ആവശ്യം എന്ന് സെക്കുലറിസ്റ്റുകൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് ഇസ്ലാം മതത്തിന് യോജിക്കാൻ കഴിയുക? ഒരു മാസം മുമ്പ് മുസ്ലിം രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരൊക്കെ വിളിച്ചു ചേർത്ത് റാബിത്ത, സൗദി അറേബ്യയിലൊരു വലിയൊരു സംഘടനയാണ് റാബിത്ത, അൽമാനിയത്തു വൽ ഇസ്ലാം, ഇസ്ലാമും മതേതരത്വവും എന്നൊരു വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. ഇതേ വിഷയം റാബിത്തയുടെ കീഴിൽ പല പണ്ഡിതന്മാർ നിന്ന് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഉദ്ധരിക്കുന്നത്. അവർ റാബിത്തയുടെ അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ മുജാഹിദും ഇവിടുത്തെ സുന്നിയും ഇവിടുത്തെ എല്ലാ മതസംഘടനാളുകളെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് തന്നെ അൽമാനിയത്തു വൽ ഇസ്ലാം എന്നാണ്. ഇതൊരു 30ഓളം പേജുണ്ട്. എന്നിട്ട് രാമുഖം പറയട്ടെ. അവിടെ ചർച്ചയ്ക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ഈ മതേതരത്വത്തിൻ്റെ അറബി അൽമാനിയ എന്നാണ്. അതങ്ങനെ അവിടെ ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം, അവിടെയും പുരോഗമനാശയക്കാർ വളർന്നു വരുന്നുണ്ട്. അവരും മതേതരത്തിനു വേണ്ടി വാദിക്കുന്നുണ്ട്. മതേതരത്വത്തിൽ നമ്മളെ രാജ്യത്ത് നടപ്പിൽ വരുത്തണം, മതേതരമല്ലാത്ത രാജ്യം മുസ്ലിങ്ങളുടെ രാജ്യം മാത്രമേ ഉള്ളൂ എന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് ശബ്ദമുയരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അൽമാനിയ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു സിമ്പോസിയം ഇത് നെറ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിൽ ഈ പുസ്തകത്തിൽ പറയുന്നത്, ഞാനൊന്ന് ഇത് വായിക്കുന്നത്, അന്നൽ അൽമാനിയ തർജമത്തു ലികലിമത്തിൽ ഇൻജിലീസിയ, സെക്കുലറിസം അല്ലെങ്കിൽ സെക്കുലാരിറ്റി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ തർജമയാണ് അൽമാനിയ എന്നുള്ളത്. ജാഅ ഫീ മുഅ്ജമി അൽഫാദിൽ അഖീദ, വിശ്വാസ പദങ്ങളുടെ ഡിക്ഷണറിയിൽ വന്നിട്ടുണ്ട്. അന്നൽ അൽമാനിയ തഅതി ലിമആനി, ധാരാളം അർത്ഥത്തിനാണ് സെക്കുലറിസം എന്നുപയോഗിച്ച് കാണുന്നത്. മിൻഹ അൽ ആലമിയ, ഒരർത്ഥം ഭൗതികത എന്നാണ്. വമിൻഹ അല്ലാദീനിയ, മതമില്ലായ്മ. സെക്കുലറിസം എന്നതിന് ഒരർത്ഥം ഭൗതികത എന്നും മറ്റൊന്ന് മതമില്ലായ്മ എന്നുമാണ്. വമിൻഹ ഫസ്ലുദ്ദീനി അനിദ്ദൗല വഅനിൽ ഹയാ, ജീവിതത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും മതത്തെ വേർപെടുത്തുക. എന്നിട്ട് താഴെ പറയുന്നത്, തഖൂലു ദായിറത്തുൽ മആരിഫിൽ ബരീത്വാനിയ ഫി തഅരീഫി കലിമത്തിൽ അൽമാനിയ. അൽമാനിയ എന്ന വാക്കിൻ്റെ നിർവചനം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത്, ഹിയ ഹർക്കത്തുൻ ഇജ്തിമാഇയ്യത്തുൻ തഹ്ദിഫു ഇലാ സർഫിൻ നാസി അൻ ഇഹ്തിമാമി ബിൽ ആഖിറതി ഇലൽ ഇഹ്തിമാമി ബിൽ ഹയാത്തി ദുനിയ ഫഖത്ത്. ജനങ്ങളെ പരലോകത്തെ പറ്റിയുള്ള ചിന്തയിൽ നിന്നും അകറ്റി ഇഹലോക ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആശയമാണ് സെക്കുലറിസം, അൽമാനിയ എന്നാണ് അദ്ദേഹം പറയുന്നത്. വഫീ മുഅ്ജമി വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ വഇന്നമ അലാഖത്തുഹാ ഖായിമത്തുൻ ബിദ്ദീനി അലാ അസാസി സൽബി വഹുവ നഫ്യുദ്ദീനി അൻ മജാലത്തിൽ ഹയാത്തി സിയാസിയ
വൽ ഇഖ്തിസാദിയ വൽ ഇജ്തിമാഇയ വൽ ഫിക്രിയ വത്തർബവിയ. വിദ്യാഭ്യാസം, ചിന്ത, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ തുറകളിൽ നിന്നെല്ലാം മതത്തെ നിഷേധിച്ചുകൊണ്ടുള്ള നിഷേധാത്മകമായ സമീപനമാണ്. അപ്പോൾ എന്താണ് മതേതരത്വം എന്നത് ഒരു ചർച്ച ചെയ്തു. ആ മതേതരത്വവുമായി ഇനി ഇസ്ലാം എങ്ങനെ പോകണം, അതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇസ്ലാമിനൊരു നിലക്കും അതിന് യോജിക്കാൻ കഴിയില്ല. കാരണം ഒന്ന് ഭൗതികതയാണ് അതിൻ്റെ അർത്ഥം, മറ്റൊന്ന് മതമില്ലായ്മയാണ്, മറ്റൊന്ന് ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിൽ നിന്നും മതത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഇസ്ലാം മതത്തിന് കഴിയില്ല. കാരണം ഇസ്ലാം ഒരു മതമായിരിക്കെ അതിന് സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഇതേ ആളുകൾ കേരളത്തിൽ വന്നിട്ട് മതേതരം പറയുമ്പോൾ ഈ നിർവചനം പറയാറില്ല. എല്ലാ ഡിക്ഷണറികളിലും അവിടെ പറഞ്ഞ് ശരിക്കും ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ എന്താണ് മതേതരത്വം എന്ന് വ്യക്തമാക്കാറില്ല. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിലും അനുച്ഛേദത്തിലും പറയുന്നത് ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ്. സെക്കുലറിസം എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ 1976 ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോഴാണ് ആ പദം തന്നെ കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് സെക്കുലറിസത്തിന് ധ്വനിപ്പിക്കുന്ന ആശയങ്ങളാണ് ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ പോലുള്ള ആളുകൾ ചേർത്തിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിൽ സെക്കുലറിസം എന്നതിന് തെറ്റായ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വിപുലമാണ്. ഇവിടെ അതിനൊരു കാരണം കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, അത് ഇടതായാലും വലതായാലും, ന്യൂനപക്ഷം ഭൂരിപക്ഷം വേർതിരിച്ച് ഭൂരിപക്ഷ വർഗീയതയെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ അത്ര തന്നെ വിമർശിക്കാറില്ല. അത് സെക്കുലർ ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാർ പോലും, കമ്മ്യൂണിസ്റ്റായാലും ഈ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. ഇവർക്ക് ഭരണമാണ് വേണ്ടത്. അടുത്ത് പ്രഭുവിൻ്റെ മക്കൾ എന്നൊരു സിനിമയുണ്ട്. രാഷ്ട്രീയക്കാരനെ കളിയാക്കിയിട്ട് ഒരു കഥാപാത്രം അതിൽ പറയുന്നൊരു വാചകം പുളിപ്പുറത്തുള്ള ഒരു യാത്ര പോലെയാണ്. അതെന്താണ്, രാഷ്ട്രീയക്കാർ ഒരാൾ പുലിയുടെ പുറത്തിങ്ങനെ സഞ്ചരിച്ചാൽ ഇറങ്ങിയാൽ പുലി കടിക്കും, ഇറങ്ങാണ്ട് എത്ര കാലം പോകും എന്നൊരവസ്ഥയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. ക്രമേണ മതത്തെ തള്ളിപ്പറയാം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പയ്യെ സെക്കുലറിസത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചിരുന്നവർ ഇനി ഒരു നിലക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ഇന്ത്യയിൽ സെക്കുലറിസ്റ്റ് രാജ്യമാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതിയായിരുന്നു രാധാകൃഷ്ണൻ, പിന്നീട് ഇവിടുത്തെ രാഷ്ട്രപതിയാവുകയും ചെയ്തു. രാധാകൃഷ്ണൻ അതുപോലെ പലരും ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടൊരു സെക്കുലറിസം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ബഹുമത സമൂഹത്തിൽ സർവമത ഐക്യം, സർവമത സാഹോദര്യം അങ്ങനെ നിർവചിക്കുകയും ഇലക്ഷൻ വരുമ്പോൾ എല്ലാ മതസംഘടനകളെയും പ്രീണിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ദേവാലയങ്ങളിൽ കയറിയിറങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിനും എല്ലാ മതവും കൂടി ഒന്നിച്ച് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സമഭാവന, ഒരു സ്നേഹം, ഇങ്ങനെ ഇതുമായും ഇസ്ലാമിന് യോജിക്കാൻ കഴിയില്ല. ആ നിർവചനം വെച്ച് നോക്കുക, ഇന്ത്യയുടെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ടുള്ളൊരു വ്യാഖ്യാനം, അതിനും ഇസ്ലാമിന് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു മതത്തിനും യോജിക്കാൻ കഴിയില്ല. നമ്മുടെ വിഷയം ഇസ്ലാമായോണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇസ്ലാമിന് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മതം മാത്രമാണ്. ഹൈന്ദവത, ക്രൈസ്തവത, ബുദ്ധമത തുടങ്ങിയ ഒരൊറ്റ മതവും
ദൈവം അള്ളാഹു സ്വീകരിക്കില്ല. മാത്രമല്ല വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തൊരു മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അവനിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് മുസ്ലിങ്ങളുടെ വാദം. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാലേ മോക്ഷമുള്ളൂ, രക്ഷയുള്ളൂ. അത് ഈ ലോകത്തായാലും പരലോകത്തായാലും ഇതാണ് അവരുടെ വിശ്വാസം. മാത്രമല്ല സമസ്നേഹം അല്ലെങ്കിൽ സഹിഷ്ണുത അതും ഇസ്ലാം വെച്ച് പുലർത്തുന്നില്ല. ഇസ്ലാം പറയുന്നത്, ഇപ്പോൾ ജൂതന്മാരെ വിമർശിച്ചുകൊണ്ട് ഖുർആനിലുണ്ട്, ജൂതന്മാരുടെ തോട്ടം മുഹമ്മദ് നബി ഒന്നായി നശിപ്പിച്ചു. അതിന് ന്യായീകരിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇവർ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് 5 നേരം പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ 17 റക്അത്ത് നമസ്കരിക്കുമ്പോൾ അതിൽ പറയുന്നത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹുവിൻ്റെ കോപത്തിനും വഴിപിയച്ചവരുമായ ആളുകൾ അവരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കരുത്. ആരാണവർ? അത് ഇവിടുത്തെ യഹൂദികളും നസാറാക്കളുമാണ്, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. നിങ്ങൾ സൗഹാർദ്ദത്തിൽ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സൗഹൃദ ബന്ധം പാടില്ല, സ്നേഹബന്ധം പാടില്ല. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഇവിടുത്തെ ബഹുദൈവാരാധകരായ ഹിന്ദുക്കൾ അവർ ഇന്നൽ മുശ്രികൂന നജസുൻ, അവർ മലിനമാണ്. ഇസ്ലാം വരുന്നത് വരെ വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു ലില്ലാഹ് ഫൈൻ ഇൻതഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലത്തെ ഒരുപാട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കേസ് തള്ളിപ്പോയി. ഏതായാലും ആവട്ടെ, അവിടെ ഉദ്ധരിച്ച ഒരു ആയത്ത് ഇതായിരുന്നു. ഈ ആയത്തിൽ പരാമർശിക്കുന്നത് ഇസ്ലാമിക രാജ്യം വരുന്നതുവരെ, ഇസ്ലാം ആകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എല്ലാ മുഫസ്സിറുകളും ഈ അർത്ഥമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ രാജ്യം പോയി, ഇപ്പോൾ ഇന്ത്യ വലിയൊരു രാജ്യമായിരുന്നു. ഇവിടുത്തെ കച്ചവടത്തിന് വന്ന ആളുകൾ ഇവിടെ ഇസ്ലാമാക്കാൻ ശ്രമിച്ചു, കഴിയാത്തപ്പോൾ പാകിസ്ഥാൻ വേർതിരിച്ചു പോയി. എവിടെയും ഇസ്ലാമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി യുദ്ധം ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. മുഹമ്മദ് നബി ഇത് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അൻ ഉഖാതിലന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് നബി വിശദീകരിച്ചു. എവിടെയാണ് സർവമത ഐക്യം, സർവമത സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത്? അതൊരു മിഥ്യയാണ്. അബുൽ കലാം ആസാദ് അന്നത്തെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി തുടങ്ങിയ ലഹളകളിൽ അദ്ദേഹം കണ്ടൊരു കുറുക്കു വഴിയായിരുന്നു സർവമത ഐക്യം. കാരണം മതങ്ങൾ തമ്മിൽ തല്ലുന്നത് കണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു വീഴപ്പോൾ എന്നിട്ടും അദ്ദേഹം എൻ്റെ മതം തെറ്റാണ്, അല്ലെങ്കിൽ ഹിന്ദുമതം ശരിയാണെന്നല്ല അദ്ദേഹം പറഞ്ഞ്, സർവമത ഐക്യത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസിൻ്റെ അനുഭാവിയും കൂടിയായിരുന്നു. ഒരുപാട് കാലം ഒരുപാട് വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെയും ഇസ്ലാം എന്നൊരാശയം പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഗാന്ധി, നമുക്കറിയാം ഗാന്ധിയുടെ ജീവിതം പൊലിഞ്ഞത് തന്നെ ഈ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത്, പാകിസ്ഥാൻ ഇന്ത്യ ഇങ്ങനെ 2 വിഭജിക്കുന്നത് എൻ്റെ നെഞ്ഞത്തിലൂടെ നടന്നുകൊണ്ടായിരിക്കണം, എന്നെ കൊന്നിട്ടല്ലാതെ ഇത് വിഭജിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആള് പിന്നീട് ഗാന്ധിജി എത്തിപ്പെട്ടത് എവിടെയെന്നറിയോ? പാകിസ്ഥാനിന് വേണ്ടി. അന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വിഭജിച്ചപ്പോൾ സ്വത്തുകളും വിഭജിക്കേണ്ടി വന്നിരുന്നു. പറഞ്ഞ സമയത്ത് സ്വത്തുകൾ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഇത് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും അവിടെ ഉണ്ണാവൃതിരിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പൊലിഞ്ഞു പോയത്. അദ്ദേഹത്തിന് ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയില്ല, കേട്ടുകേൾവി മാത്രമാണ്. അള്ളാഹുവും യഹോവയും ദൈവവും ഒന്നാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്.
അത് എങ്ങനെ ശരിയാവുക? മുസ്ലിങ്ങളാരും അത് പറയില്ലല്ലോ. ഇവിടെ വെച്ച് പറയുന്നുണ്ടെങ്കിലും അതങ്ങനെ ആരും മനസ്സ് തട്ടി പറയാൻ കഴിയുന്ന വാചകമല്ലത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കൽ എങ്ങനെ അറിയോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹു മാത്രമാണ് വലിയവൻ എന്നാണ്. അവിടെ യഹോവ അക്ബർ എന്ന് പറയില്ല, ദൈവം അക്ബർ എന്ന് പറയില്ല, പറയാൻ അവർക്ക് സാധ്യമല്ല. അവരെ ദൈവം മാത്രമാണ് വലുത് എന്നാണ്. അവർ പറയുന്ന രണ്ടാമത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. പരസ്യമായി ഇവിടുത്തെ ഹിന്ദുക്കൾ ഇത് കേൾക്കുന്നില്ലേ? നിങ്ങൾ നോക്കൂ, അവർ പറയുന്നത് എന്താ? ഞങ്ങളെ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ഒരു ദൈവത്തെയും ആരാധിച്ചുകൂടാ, അവർ യഥാർത്ഥ ദൈവങ്ങളല്ല. ഇതാണ് പറയുന്നത്. ഈ അർത്ഥത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലന്നപ്പോൾ ദൈവവും യഹോവ ഗോഡ് ഇതൊക്കെ പറഞ്ഞ ഒന്നാണ് എന്ന് സങ്കല്പിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ ചെല്ലുക? ലാ ഇലാഹ, ഇലാഹ് എന്ന് പറഞ്ഞാലും അള്ളാഹ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണെങ്കിൽ അത് ശരിയാവില്ല. ഭാഷ പഠിച്ചവർക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ പറഞ്ഞ അർത്ഥത്തിലും ഇസ്ലാം മതം യോജിക്കുന്നില്ല. എല്ലാ മതവും കൂടി, അല്ലെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തെ ഉൾക്കൊള്ളുന്നില്ല. മതം എന്ന് പറഞ്ഞതിന്, അഭിപ്രായം എന്ന അർത്ഥത്തിൽ പറഞ്ഞതിന് ലഘൂകരിക്കാൻ കഴിയില്ല. കാരണം മതം എന്ന് നമ്മൾ കാണുന്നത് പരസ്പര കലഹയും സംഘട്ടനവും വഴക്കുമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഡിക്ഷണറിയിൽ എന്തോ അർത്ഥം ഉണ്ടായിട്ട് എന്താ കാര്യം? നാം മുന്നിൽ കാണുന്നത് മതങ്ങളുടെ രക്തപ്പുഴയിലാണ് നമ്മുടെ ഭാരതം നിലനിൽക്കുന്നത്, ഈ ലോകം നിലനിൽക്കുന്നത്. മതങ്ങളൊഴുകിയ രക്തം ചില്ലറയല്ല. എവിടെയാ സമാധാനം എന്ന് പറയുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, ശാന്തിയാണ് എന്ന് ചിലർ പറയാറുണ്ട്. അതൊരു പൊള്ളയായ ഒരു വാദമാണ്. ഇപ്പോൾ ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ ഇസ്ലാം മതത്തിൻ്റെ വക്താവായിരുന്നു. ഇസ്ലാം മതത്തെ ഞാനങ്ങ് തള്ളിപ്പറഞ്ഞാൽ അവരെന്നെ കൊല്ലും. അപ്പോൾ സമാധാനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മുർത്തദ് സസാ ഇസ്ലാമി കാനൂൻമേ, മുർത്തദ്ദിനെ, ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനെ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാമിന് കർശനമായ നിലപാടുണ്ട്. കൊന്നുകളയണം. അതിന് സാധ്യമല്ലെങ്കിൽ കാലാകാലത്തിന് വൈകല്യം വരുന്ന വിധത്തിൽ വലത്തെ കൈയും ഇടത്തേക്കാലും ഛേദിച്ചേക്കണം. ആണ് നിലപാട്. മുർത്തദ് സസാ ഇസ്ലാമി കാനൂൻമേ എന്നുള്ളത് അബുല്ലാല മൗദൂദി രചിച്ചതാണ്. അദ്ദേഹം രചിച്ചത് കേവലം അദ്ദേഹം സ്വപ്നം കണ്ട് രചിച്ചതല്ല, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ പുസ്തകമുള്ളത്. അപ്പോൾ സർവമത ഐക്യം അല്ലെങ്കിൽ സർവമത സൗഹാർദ്ദം, സമാധാനം എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ സെക്കുലറിസത്തിന് മറ്റൊരു നിർവചനം പറഞ്ഞു കേൾക്കുന്നത് വ്യക്തിജീവിതത്തിൽ മതമുണ്ടായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രം മതത്തെ വേർപ്പെടുത്തുക, രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വേർപ്പെടുത്തുക, വ്യക്തിജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ. ഈ അർത്ഥവും അംഗീകരിക്കുന്നില്ല. ഈ അർത്ഥവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഖത്തറിലെ വിദേശത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് യൂസുഫുൽ കർലാവി. അദ്ദേഹത്തിൻ്റെ ഫത്വയാണ് ഈ കാണുന്നത്. ഈ ഫത്വയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് നോക്കൂ. വ്യക്തിജീവിതത്തിന് മതമുണ്ടാവട്ടെ, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുക എന്ന ആശയത്തെ യൂസുഫുൽ കർലാവി ഗണ്ണിക്കുകയാണ്. നോക്കൂ. അൽമാനിയത്തു ബിൽ മഫ്ഹൂമില്ലത്തി ശറഹ്നാഹു ലാ തഖിഫു മിനൽ ഇസ്ലാമി മൗഖിഫൻ മുഹായിദൻ. നാം വിശ്വസിച്ച ഈ അർത്ഥത്തിൽ മതേതരത്വം ഇസ്ലാമുമായി ന്യൂട്രലായ ഒരു നിലപാടല്ല, മുഹായദല്ല. വലാ യുംകിനു അൻ തകൂന മുഹായദ കമാ സഅമ ബഅദുൽ അൽമാനിയീന അൽ അറബ്. ചില അറബി മതേതരവാദികൾ വാദിക്കുന്നത് പോലെ ന്യൂട്രലാകുന്നത് സൗകര്യമല്ല. ഫഹാദാ ബിന്നിസ്ബതി ലിൽ ഇസ്ലാമി മുസ്തഹീൽ. മതേതരത്വത്തെ ഇസ്ലാമുമായി ചേർക്കുക എന്നുള്ള സംഭവം തന്നെ അസംഭവ്യമാണ്, അത് മുസ്തഹീലാണ്.
ഇന്നൽ ഇസ്ലാമ യുവാജിഹുഹാ ബിശുമൂലിഹി ലികുല്ലി ജവാനിബിൽ ഹയാത്തിൽ ഇൻസാനിയ. ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് സ്പർശിക്കുന്നുണ്ട്. മദിയ വമാനവിയ ഫർദിയ വജ്തിമാഇയ. അതായത് സാമൂഹ്യ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എല്ലാം മതം ഇടപെടുന്നുണ്ട്. വഹിയ ലാ തുസ്ലിമു ലഹു ബിഹാദ ശുമൂൽ ഫലാ മഫറ മിന സുദാമി ബൈനഹുമാ. ഇതിൻ്റെ രണ്ടിൻ്റെയും നിലപാടില്ല. ഇങ്ങനെ ഈ ഫത്വ വലിയ ഫത്വയാണ്, ഞാനത് വായിക്കുന്നത്. ഇൻ്റർനെറ്റിൽ ഈ ഫത്വ വായിച്ചെടുക്കാൻ പറ്റും, നമ്മൾ സ്വന്തമായിട്ട് വെറുതെ വന്ന് വായിക്കല്ല. നോക്കൂ, അദ്ദേഹം ന്യായം പറയുന്നത് കേട്ടോളൂ. ഇന്നൻ നസ്റാനിയ ഖദ് തഖ്ബലു ഖിസ്മത്തുൽ ഹയാത്തി വൽ ഇൻസാനി ശത്റൈനി. ക്രിസ്ത്യാനികൾ മനുഷ്യ ജീവിതത്തെ രണ്ടു ഭാഗങ്ങളായി വിഭജിക്കുന്നു, സ്വീകരിക്കുന്നു. ശത്റുൽ ലിദ്ദീൻ വശത്റുൽ ലിദ്ദൗല. മതത്തിനൊരു ഭാഗം, രാഷ്ട്രത്തിന് മറ്റൊരു ഭാഗം. ഔ തഅബീരിൽ ഇൻജീലി ശത്റുൽ ലില്ലാ വശത്റുൽ ലിൽ ഖൈസർ ഫതുഅതി മാലി ഖൈസർ ലി ഖൈസർ വമാ ലില്ലാഹി ലില്ലാ. ഇൻജീലിൻ്റെ പ്രയോഗത്തിൽ ദൈവത്തിന് ഒരു ഭാഗം, സീസർക്കൊരു ഭാഗം. സീസർക്കുള്ളത് സീസർക്ക്, അള്ളാഹ്ക്കുള്ളത് അള്ളാഹ്ക്ക്. ഈ ഒരു നിലപാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അമ്മൽ ഇസ്ലാമു ഫയറൽ ഹയാത്ത വഹ്ദ ലാ തത്തജസഉ വയറൽ ഇൻസാന ഇഹ്തിയാനൻ വാഹിദൻ ലാ യൻഫസിമു. ഇസ്ലാം ജീവിതത്തെ വിഭജിക്കാൻ പറ്റാത്ത ഒന്നാകുന്നു, മനുഷ്യനെ വേർതിരിക്കാൻ പറ്റാത്ത ഏകമായി അത് കാണുന്നു. അപ്പോൾ രാഷ്ട്രീയം, വ്യക്തി ജീവിതം ഇങ്ങനെ വേർതിരിച്ച് രാഷ്ട്രീയത്തിൽ ഇസ്ലാം വേണ്ട, വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ എന്ന നിലപാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് ലോക പണ്ഡിതനായ യൂസുഫുൽ കർലാവി അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം ഇന്ന് വിദേശത്ത് മുഫ്തിയാണ് അദ്ദേഹം. ഇങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ മതേതരത്വത്തിന് ഏതർത്ഥം വെച്ചാലും അതിന് ഇസ്ലാമുമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയില്ല. മതേതരത്വം രണ്ടായി വേർതിരിക്കുന്നുണ്ട്. ഒന്ന് മതേതര സമൂഹം, ഒന്ന് മതേതര രാഷ്ട്രം. മതേതര സമൂഹം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മതേതര സമൂഹവും മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ ചെറുങ്ങനൊരു വ്യത്യാസമുണ്ട്. മതേതര സമൂഹം എന്ന് പറയുമ്പോൾ വ്യക്തി ജീവിതത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ മതമില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. മനുഷ്യരൊക്കെ കാടന്മാരാവില്ലേ, മൂല്യച്യുതി അനുഭവപ്പെടില്ലേ എന്ന് തോന്നുന്നു. ഇതാണ് പൊതുവെ അവകാശപ്പെടാറുള്ളത്. വ്യക്തി ജീവിതത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ കൊള്ളയും കൊലയും വെട്ടിപ്പും തട്ടിപ്പുമായി രാജ്യം കുട്ടിച്ചോറാകും. ഇതാണ് ഇവരുടെ വാദം. ഇവിടെയാണ് നാം വിലയിരുത്തുന്നത്. സെക്കുലറിസം പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ജോർജ് ജേക്കബ് ഹോളിയോക്ക് പറഞ്ഞു, വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒന്നും മതത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ അവലംബിക്കുന്നത് ശാസ്ത്രബോധവും ശാസ്ത്ര നിഗമനങ്ങളും യുക്തിചിന്തയുമാണ്. അതെന്താ അങ്ങനെ? നമുക്കറിയാം, ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഇപ്പോൾ ഒരാളുടെ രോഗം ചികിത്സിക്കുന്നത് ആരോഗ്യശാസ്ത്രമാണ്. ആരോഗ്യശാസ്ത്രം ചികിത്സിക്കുന്നത് അതിൻ്റെ നിഗമനങ്ങളും മറ്റും ഗവേഷണങ്ങളിലൂടെ പഠിച്ച് ഭൗതിക നിഗമനങ്ങളിലാണ് അവർ ചികിത്സിക്കുന്നത്. ദൈവം ഇറക്കി കൊടുത്തിട്ട് ആ രീതിയല്ല. ഭൗതികമായ കുറേ നിഗമനങ്ങളും സൂത്രവാക്യങ്ങളും ഗവേഷണങ്ങളും നടത്തി രോഗം എന്താണെന്ന് നിർണയിച്ച് അത് കണ്ടെത്തി ചികിത്സിക്കുന്നു. ഇതുപോലെ രസതന്ത്രവും ഊർജതന്ത്രവും ഭൗതികമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതിശാസ്ത്രവും ഭൗതികമാണ്. ഇതാണ് ജോർജ് ജേക്കബ് ഹോളിയൊക്കെ വളരെ നിസാരമായി വിശദീകരിച്ചത്. അല്ലെങ്കിൽ മതം എന്താണ് സാമൂഹ്യ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കാമല്ലോ. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ടുണ്ട്.
അതാര് പറഞ്ഞിട്ടാണ് അവർ വരിക്ക് നിൽക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവും, വളവുള്ളവൻ കുറേ ആളുകളെ കിട്ടും, ഒന്നുമില്ലാത്തവൻ അത് ആളെ കിട്ടില്ല. അപ്പോൾ അവർ തന്നെ തീരുമാനിച്ചൊരു തീരുമാനമാണ്, നമ്മൾ ലൈൻ ഇടണം, ആദ്യം വരുന്നവർ ഇങ്ങനെ ഓരോരോരോന്ന് ഇങ്ങനെ പോകണം. അത് മതങ്ങൾ നിർമ്മിച്ചതല്ല. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ ട്രാഫിക് നിയമമായാലും എല്ലാ നിയമങ്ങളും നമ്മൾ സ്വയം ആവിഷ്കരിച്ച് സാമൂഹ്യ പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ മതത്തിൻ്റെ സദാചാരം എന്ന് പറയുന്നത് പണ്ടെന്നോ എഴുതി വെച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. അത് ഈ കാലഘട്ടത്തിനത് സൂട്ടാകൂല, അത് പ്രായോഗികമായി കൊണ്ടുവരണ്ടേ. ഇപ്പം മതം പറഞ്ഞത് ഇപ്പം അടിമ സമ്പ്രദായം മതത്തിൻ്റെ ഒരു സംസ്കാരമാണ് എന്നത് പറയാൻ പറ്റുമോ? ബാല്യവിവാഹം നടക്കാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങി മതത്തിൻ്റെ ആചാരങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് വിഷമം തോന്നിപ്പോവും, ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പം സദാചാരം അല്ലെങ്കിൽ നല്ല ഈ ആചാരം, സദാചാരം എന്ന് പറയുന്ന സംഗതി തന്നെ നമുക്ക് ഈ അടുത്ത കാലത്ത് സെക്കുലറിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അടുത്ത കാലത്ത് നാട് നീളെ തിരുവനന്തപുരം കാസർഗോഡ് വരെ അല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സദാചാര ഗുണ്ടായിസമുണ്ടായിരുന്നു. ഇവരിതിന് പ്രേരിപ്പിച്ച വസ്തു എന്താ? ഒന്ന് ഖുർആനാട്ടോ. സദാചാര ഗുണ്ടായിസം കാണിക്കുന്നവരല്ല അതിന് ഉത്തരവാദി. നമുക്കറിയാം, ഇവിടുന്ന് സൗദി അറേബ്യ പോയവർക്കറിയാം, അവിടെ മുത്തവ്വമാര് എന്നൊരു വിഭാഗമുണ്ട്. മുത്തവ്വ അൽ ഹൈഅത്തു ലിൽ അംരി ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. അവിടുത്തെ ഒരു ഭരണഘടനയുടെ ഒരു വാചകമാണത്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം വാർത്തെടുക്കൽ എന്നതാണ്. അങ്ങനത്തെ ഒരു സമിതിയാണത്. അവരുടെ കീഴിൽ യൂണിഫോം ഇല്ലാത്ത, യൂണിഫോം ഉള്ളതിന് അറബിൽ സുറത്തി എന്ന് പറയലുണ്ട്, അങ്ങനത്തെ പോലീസ് വേറെയുണ്ട്. അല്ലാത്ത യൂണിഫോം ഇല്ലാത്ത പോലീസ് മുത്തവ്വഈൻ അവിടെയുണ്ട്. അവർക്ക് അറബിൽ പറയാം സദാചാര ഗുണ്ടായിസം എന്ന് തന്നെയാണ്. മുത്തവ്വ എന്ന് പറഞ്ഞതിൻ്റെ നേരർത്ഥം സദാചാര പോലീസ് എന്നാണ്. അവരിതിന് പ്രചോദനം നൽകുന്ന ഖുർആനിലെ ഈ വാക്കാണ്, വൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വനഹ്യുന അനിൽ മുൻകർ. നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക. നന്മ എന്ന് പറഞ്ഞുകൊണ്ട് മതപരമായ നന്മ, മതപരമായ തിന്മ, മതപരമായ ആചാരം, മതപരമായ ദുരാചാരം നിങ്ങൾ ചെയ്യുന്നവരാവുക. ഇതിനാണ് ഖുർആൻ്റെ ആഹ്വാനം. ഇത് സദാചാര പോലീസ് സൗദി അറേബ്യ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെയും ചെയ്തത് കേട്ടോ. സൗദി അറേബ്യയിൽ എങ്ങനെ ചെയ്യല്? ഇപ്പോൾ സ്ത്രീകളെങ്ങനെ പരിശോധിച്ച് നോക്കുക, ആരെങ്കിലും പർദ്ദ ധരിക്കാത്തവരുണ്ടെങ്കിൽ ധരിപ്പിക്കുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവനോട് വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുക. ധാരാ മഹറമാണോ എന്ന് ചോദിക്കുക. മഹറം എന്ന് വെച്ചാൽ രക്തബന്ധമുള്ളവരാണോ, അത് പിതാവ്, സഹോദരൻ, അല്ലെങ്കിൽ പിതാമഹൻ, അല്ലെങ്കിൽ പിന്നെ ഭർത്താവായിരിക്കണം. ഇങ്ങനെ 4 പേരല്ലാത്ത ഒരാളാണെങ്കിൽ ലർബൻ ഷദീദൻ, ശക്തമായ ശിക്ഷ ലഭ്യമാവും. ഇങ്ങനെ തിരഞ്ഞ് ചകഞ്ഞ് അന്വേഷിച്ച് കുറ്റം കണ്ടെത്തുകയും കഠിനമായ ശിക്ഷ സമ്പ്രദായം നടപ്പിലാക്കി ആചാരം നടപ്പിലാക്കുന്നു. അതിന് എന്താചാരം എന്ന് പറഞ്ഞാലും വേണ്ടില്ല. നമ്മുടെ രാജ്യത്ത് മതേതര ജനാധിപത്യ സംവിധാനത്തിൽ സൗദി അറേബ്യ പോലുള്ള, താലിബാൻ പോലുള്ള വലിയ കക്ഷികളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ സംഭവം ഇവിടെ നടത്തുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇതിന് മൗനം ദീക്ഷിക്കുകയാണ്. എത്ര കേസ് ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ട് സദാചാര ഗുണ്ടായിസത്തിൻ്റെ പേരിൽ. അപ്പോൾ ന്യൂനപക്ഷത്തിന് വേണ്ടി നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് രാജ്യത്തെ മതേതരത്വത്തിൻ്റെ അഭാവം വർഗീയ ലഹളയായി വരുന്നുണ്ട്, വർഗീയ സംഘടനകൾ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തുമുണ്ട്. സാമൂഹ്യ രംഗത്ത് മതത്തിൻ്റെ ദോഷങ്ങളെ ഞാനീ പറഞ്ഞു. ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞ 26-ാം തീയതി ആയിരുന്നു ബലിപെരുന്നാൾ. ബലിപെരുന്നാളിന് ചില പള്ളികളുടെ മുന്നിൽ കുർബാനി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുർബാനി എന്ന് പറയുന്നത് ഫിദിയ നൽകുക, എന്താ പ്രായശ്ചിത്തം നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറുദു വാക്കാണത്. അവിടെ പള്ളിയിൽ നിന്നും അവിടെ നിന്ന് നൽകുന്ന, ഇവിടെ മുസ്ലിം പള്ളി, കേരളത്തിലുള്ള മുസ്ലിം പള്ളികളിൽ നിന്ന് മുസ്ലിംമാർ പ്രസംഗിച്ചത് ആസാമിലേക്കായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ കാശ്. എന്താണ് ആസാം?
എന്തിനാണ് ഇവിടുന്ന് ഒളുഹിയത്തിൻ്റെ കാശ്, ബലിമൃഗത്തിൻ്റെ കാശ് ആസാമിലേക്ക് കൊടുക്കുന്നത്? ആസാമിനെ കുറിച്ചൊരു ധാരണ, അവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്ത വ്യാജേന പരത്തി പള്ളികളിൽ നിന്ന് എത്ര കാശാ പിരിച്ചുണ്ടാക്കിയത്? അതിന് ടാക്സ് അടക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഒരു അന്വേഷണമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ആസാമിലുള്ളതെന്ന് പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ? ഇത് ഇവിടെ പള്ളിയിൽ പോയ മുസ്ലിം ലീഗുകാരും എല്ലാവരും കേട്ടില്ലയോ? എല്ലാ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഈ ഖുർആൻ എഴുതി വെച്ചു, ആസാമിലേക്കാണ് കാശ് എന്ന് പറഞ്ഞു, അവരൊക്കെ കൊടുത്തും ചെയ്തു. വിലയിരുത്തിയില്ലല്ലോ. നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യത്തിന് ഏൽക്കുന്നൊരു ആഘാതം ഇല്ലാത്ത കെട്ടുകഥ പറയുകയാണ്. അതോടൊപ്പം തന്നെ വർഗീയമായ ചിന്താഗതി മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആസാമിലുള്ളത് അങ്ങനത്തെ ഒരു സംഭവമല്ല. ആസാമിൽ ബോഡോ കലാപകാരികൾ, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ആളുകളും ആ നാട്ടുകാരും തമ്മിലുള്ളതാണ് വഴക്ക്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്ന ആൾക്കാർ ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ അവർ പ്രതികരിക്കില്ലയോ? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുഗള ഭരണകൂടം ഇവിടെ വന്ന് ഭരണം നടത്തി, നമ്മൾ അവരോട് സമരം, അവരെന്നിട്ട് ഈ രാജ്യത്ത് ഭരിച്ചു. എന്നതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് ആസാമിൽ വന്നിട്ട് ഇത് ഞങ്ങളെ രാജ്യമാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്നാൽ ആ അവിടുത്തെ നാട്ടുകാരെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട് കേട്ടോ. വന്നവരുമായിട്ടാണ് വഴക്ക്. ഒരു ഹിന്ദു മുസ്ലിം കലാപമല്ലത്. പക്ഷേ ഞാൻ പറയുന്ന അവിടുത്തെ വസ്തുതകൾ അന്വേഷിക്കാതെ ഇവിടുത്തെ ഭരണകൂടം വരെ അതിന് സപ്പോർട്ടായിരുന്നു. ആസാമിലേക്ക് എത്ര കാശുകൾ പിരിച്ചുണ്ടാക്കി. ഇവിടെയാണ് ഒരു സാമൂഹിക പശ്ചാത്തലം, സെക്കുലറിസം സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരുപാട് വേരൂന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തി ജീവിതത്തിൽ മതം വേണ്ടാന്ന് പറയുമ്പോൾ മതം അത്രയും സഹിക്കാൻ കഴിയാത്തതായതുകൊണ്ടാണ് ആ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോവാം, പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ മറ്റൊരാളെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഗുണ്ടായിസം കാണിച്ചുകൂടാ. മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഗൾഫിൽ നിന്ന് കാശ് വാങ്ങി ഇപ്പോൾ ഇവിടെ നിച്ച് ഓഫ് ട്രൂത്ത്, ദി ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനകൾക്ക് റാബിത കാശ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിം കാശ് കൊടുക്കുന്നുണ്ട്. ഇവരിവിടെ വന്ന് മതം പ്രചരിപ്പിക്കുകയാണ്. എൻ്റെ ദൈവമാണ് നല്ല ദൈവം, അതാണ് യഥാർത്ഥ ദൈവം, നിൻ്റെ ദൈവം മോശമാണെന്നൊക്കെ പറഞ്ഞ് അവനെ ഈ മതത്തിലേക്ക് ആളെ കൂട്ടാണ്. അതുകൊണ്ട് സാമൂഹ്യ പശ്ചാത്തലത്തിൽ സെക്കുലറിസം വലിയ വിപത്ത് നേരിടുന്നുണ്ട്. മതത്തിന് ഈ സമൂഹത്തിൻ്റെ വളർച്ചയിൽ മതത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടുണ്ട് കേട്ടോ. ഈ സെക്കുലറിസ്റ്റുകൾ ചിലരൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ വല്ലാണ്ട് വിമർശിക്കാനൊന്നും പോണ്ട, മതം സാമൂഹ്യ ജീവിതത്തിൽ താനെ ഇല്ലാണ്ടായിത്തീരും. അതെങ്ങനെയാ എന്നവർ ചോദിച്ചാൽ അവർ പറയുന്നത് മതപരമായുള്ള ജീവിതവും നിയമവും ഒക്കെ എവിടെയെങ്കിലും ചെന്ന് കൂട്ടിമുട്ടും. അപ്പോൾ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ആ നിയമത്തെ മാറ്റി നിർത്തും. അതുകൊണ്ട് നമ്മളതിൻ്റെ പിന്നാലെ പോണ്ട എന്നാണ് സെക്കുലറിസ്റ്റുകളായ ഹിന്ദുക്കളും ചില ആളുകൾ ചിന്തിക്കുന്നത്. ഒരു പരിധിവരെ അതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്ത്രീകളെ കാര്യം എടുക്കുക, മഹ്റമില്ലാതെ ഈ കെട്ടല്ല ഹറാമില്ലാത്ത ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൂടെ ആരെങ്കിലും ഒരാൾ വേണം. ഒന്നിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ മാതാവ്, പിതാവ്, സഹോദരൻ, ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടിയിരുന്നു. ഇന്നത് മാറി സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, മറ്റു കോളേജിലേക്ക്. ഇപ്പോൾ ഖദീജ മുംതാസിൻ്റെ നോവലിൽ അദ്ദേഹം ആ പഴയ കാലത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്, കോളേജിലേക്ക് പോകുന്നത് വളരെ സൂക്ഷിച്ചായിരുന്നു. കാരണം ആരെങ്കിലും കണ്ടാൽ ആക്ഷേപിക്കും, വിമർശിക്കും, പ്രശ്നങ്ങളുണ്ടാകും. ഈ ഒരു സാഹചര്യം ഇന്ന് എങ്ങനെയോ മാറി. അത് മതം മാറ്റിയതല്ല, സമൂഹത്തിൻ്റെ വളർച്ചയിൽ മതനിയമങ്ങൾ അപ്രസക്തമായി പോയി എന്നതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ മലാല യൂസുഫ്സായി പാകിസ്ഥാനിലെ സ്വാദ് തായ്വരയിലുണ്ടായ ഒരു സംഭവം. സ്ത്രീകൾ ഇപ്പോൾ നമുക്കറിയാം, KP ഉമ്മറിൻ ഇയാളുടെ ആ നാടകത്തിൽ അയാൾ പറയുന്നുണ്ട്, അയാൾ യഥാർത്ഥത്തിൽ പോസ്റ്റ്മാൻ ആയിരുന്നു. അയാൾ കത്തുമായി മുസ്ലിം വീടുകളെ മുറ്റത്ത് ചെന്ന് ഇങ്ങനെ ബെല്ലടിച്ചാൽ സ്ത്രീകളാണ് വീടിൻ്റെ അകത്തെങ്കിൽ ശബ്ദിക്കില്ല, മിണ്ടാണ്ടിരിക്കും. ആണുങ്ങളുണ്ടെങ്കിൽ അവിടെ ആളുണ്ട് എന്ന് പറയും. അപ്പം എന്താ സ്ത്രീകൾ അത് ശബ്ദിക്കാത്തെന്താ? സ്ത്രീകളുടെ ശബ്ദം ഹറാമാണ്
എന്നായിരുന്നു ഇവിടുത്തെ സമൂഹം വിശ്വസിച്ചിരുന്നത്. സ്ത്രീകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നതായിരുന്നു. അവൾ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടേണ്ടവളാണ് എന്ന് ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് എനിക്കൊക്കെ തന്നെ ഓർമ്മയുണ്ട്, മദ്രസകളിൽ പരീക്ഷ നടത്തുമ്പോൾ സ്ത്രീകൾക്ക് വാചികമായ പരീക്ഷക്കാർ, ചോദ്യോത്തരം എഴുതലല്ല, ചോദിക്കാ പറയാം. ആണുങ്ങൾക്ക് ആൺകുട്ടിയൊക്കെ എഴുത്ത് പരീക്ഷ. സ്ത്രീകളെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പഠിപ്പിക്കാറില്ല. ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാറില്ലായിരുന്നു. അവിടെ നിന്നും മാറി ഇന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം വന്നു. ഇപ്പോൾ ഈ മലാല യൂസുഫ്സായി തന്നെ ഇപ്പോൾ താലിബാൻ പറഞ്ഞ യഥാർത്ഥ ഇസ്ലാമാണ്. അവർ പറയുന്നത് എന്താണ്? സ്ത്രീ വിദ്യാഭ്യസിച്ചുകൂടാ, അത് നാശത്തിനാണ്. ഖുർആനിൽ പറയുന്നത് സ്ത്രീകളോട് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാനാണ്. അവൾ വീട് ഭരിക്കേണ്ടവളാണ്, സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. ഇതാണ് താലിബാൻ പറയുന്നത്. താലിബാനുള്ള അവലംബം ഖുർആനും ഹദീസുമാണ്. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. പക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നവർ ഇന്ന് പറയുന്നത് മലാല യൂസുഫ്സായിയെ പോലുള്ള ധീരമായി രംഗത്ത് വരുന്ന സ്ത്രീകൾ വേണം എന്നിപ്പോൾ ഇവർ പറയുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ത്രീകളെ വിദ്യാഭ്യാസം ഹറാമാണെന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. ഫറോക്കിൽ വെച്ച് തീരുമാനത്തിൽ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് തന്നെ മുസ്ലിം സമൂഹം എതിരായിരുന്നു. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ, മലയാളം ആര്യൻ ഭാഷ, ഹിന്ദുക്കളുടെ ഭാഷ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ ആളുകളൊക്കെ വിദ്യാഭ്യസിക്കുന്നത് മതം പറഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ പറയുന്നത് എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് എന്നാ. മുന്നിലൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നിട്ട് അത് കുടിക്കുമെന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്ത് കുടിക്കാനാ, അല്ല വേറെ ഏതെങ്കിലും ചായ ജ്യൂസ് എടുത്ത് കുടിക്കാനല്ല. ഒരാളെ മുന്നിൽ ഒരു വെള്ളം കൊണ്ടുവച്ചിട്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്ത് കുടിക്കാനാണ്. ഇവർ പറഞ്ഞ ഇഖ്റ എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് വായിക്കാനാണ് പറഞ്ഞത്. ഖുർആൻ എടുത്ത് വായിച്ചാൽ സ്ത്രീകൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തോട്ട് പോവില്ല എന്നാണ്. സ്ത്രീകൾ വിദ്യാഭ്യസിക്കില്ല എന്നാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു നിലക്കും അനുവദിച്ചിട്ടില്ല. ഇന്നും മുസ്ലിം ലീഗിൻ്റെ MP-മാരും MLA-മാരും ഇല്ല. പഞ്ചായത്തിൽ 33 അല്ല 50% വന്നപ്പോൾ നിർഭാഗ്യവശാൽ സമ്മതിച്ചു കൊടുക്കുകയാണ്. സ്ത്രീ ഭരണരംഗത്തേക്ക് വന്നാൽ ആ നാട് മുടിഞ്ഞുപോയി എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. പാകിസ്ഥാനിലെ ബാനസീർ ഭൂട്ടയെ കൊന്നത് ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സാമൂഹിക അന്തരീക്ഷത്തിൽ മതേതരത്വം വേണമെന്ന് പറയുന്നത് മതങ്ങളുടെ ഈ ശല്യമാണ്. വ്യക്തി ജീവിതത്തിൽ ഉണ്ടായാൽ മതി, പക്ഷെ വ്യക്തി ജീവിതത്തിൽ മതങ്ങൾ പറയുന്ന സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. നമ്മൾ വെറുതെ പറയാണ് നിസ്കരിക്കുന്നവർ നിസ്കരിച്ചോട്ടെ, നിസ്കരിക്കാത്തവർ നിസ്കരിക്കേണ്ട എന്ന സമീപനമല്ല. മതം കർശനമായി സ്വീകരിക്കുന്നവൻ സാമൂഹ്യത്തിൽ വലിയ വിപത്തുണ്ടാക്കി തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്കുലറിസം വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വേണമെന്ന് പറയുന്നത്. ഇത് ഇസ്ലാമുമായി ഒരു നിലക്കും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. മറ്റൊന്ന് രാഷ്ട്രീയ രംഗത്താണ് സെക്കുലറിസം വേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ഭരണം, ഞാൻ പറഞ്ഞല്ലോ സെക്കുലർ രാഷ്ട്രമാണെന്നുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ളതുപോലെ തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. എന്താണ്? മതനേതാവ് തന്നെയായിരുന്നു രാഷ്ട്രീയ നേതാവ്. മുഹമ്മദ് നബി അദ്ദേഹം മതനേതാവുമാണ്, അതോടൊപ്പം രാഷ്ട്രീയ നേതാവുമായിരുന്നു. അത് കഴിഞ്ഞ് 4 ഖലീഫമാർ, അങ്ങോട്ട് ഉമവിയാക്കൾ, അബ്ബാസിയാക്കൾ, ഉസ്മാനിയാക്കൾ, ഫാത്തിമിയാക്കൾ ഇങ്ങനെ തുടങ്ങി വന്ന് തുർക്കിയിലെ കമാൽ ഭാഷ, അത്താവുത്തുർക്ക് കമാൽ ഭാഷ ഖിലാഫത്ത് പ്രസ്ഥാനം അസ്തമിക്കുന്നത് വരെ ഭരണനേതാവും രാഷ്ട്രീയ നേതാവും ഒന്ന് തന്നെയായിരുന്നു. ഇന്ന് നാം എത്തി നിൽക്കുന്നത് കേരളത്തിലെ സാഹചര്യം, മതനേതാക്കളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. എങ്ങനെയാണ് മതത്തെ മാറ്റി നിർത്തുക രാഷ്ട്രീയത്തിൽ നിന്ന്? 1996 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അജണ്ട ഒന്ന്, മുസ്ലിങ്ങൾക്കൊരു ഭരണം, മുസ്ലിങ്ങളുടെ രാജ്യം. ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ അസ്തമിച്ചപ്പോൾ മുസ്ലിങ്ങൾ 800 വർഷം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഭരണം ആവശ്യമാണ്, അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ് 1996 മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. അവരിന്ന് 1906 അവിടെ നിന്ന് ഇങ്ങോട്ട്
മുസ്ലിം ലീഗ് ഭിന്നിച്ചും ചിന്നിച്ചിതറിയും ഒക്കെ വളർന്നിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിപ്പെട്ടു. 20 വർഷം കഴിഞ്ഞിട്ട് ഭാരത ജനതാ പാർട്ടി ഉണ്ടായിട്ട് അവർക്ക് എന്തുകൊണ്ട് കേരളത്തിൽ പറയത്തക്ക വിധത്തിൽ ഒരു സ്റ്റാൻഡില്ലാത്തത്? ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ 60 അല്ല 80% ആളുകളും സെക്കുലർ ചിന്താഗതിക്കാരാണ്. ഹിന്ദു ഭരണമോ? പാടില്ലത്. മതേതര ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ഭാരതത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി തമ്മിലുള്ള ഭരണമാണ്, സൗഹാർദ്ദമാണ് എന്ന് ഹിന്ദുക്കൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാണ് മുസ്ലിം ലീഗ് ഭരണരംഗത്തെത്തിയത്. ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് മാത്രമല്ല, ഹിന്ദുക്കൾ തന്നെ അറിഞ്ഞും അറിയാതെയുമൊക്കെ പരസ്യമായി ഹിന്ദു വർഗീയവാദത്തെ ആക്ഷേപിക്കുമ്പോൾ മുസ്ലിം വർഗീയതയെ അത്ര കണ്ട് വിമർശിക്കാറില്ല. ഇത് മുസ്ലിങ്ങൾക്ക് വളരാൻ ഒരു കാരണമായി. ഇന്ന് മുസ്ലിം ലീഗ്, പോപ്പുലർ ഫണ്ട്, വെൽഫെയർ പാർട്ടി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവർ രാഷ്ട്രീയ പാർട്ടികളെ രംഗത്ത് വന്നവരാണ് ഇവരൊക്കെ. അല്ലാത്തവർ നോക്കൂ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. മാറി മാറി വരുന്ന ഭരണകക്ഷികൾക്ക് കൊടിയുടെ നിറം നോക്കിയിട്ട് അദ്ദേഹം പറയും, ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളെയും സഹായിക്കും എന്ന് പറയും. അദ്ദേഹത്തിന് ആവശ്യങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം നിരത്തും. ആര് മാറി വന്നാലും അദ്ദേഹത്തിന് നേട്ടമുണ്ട്. അവിടെ +2, ഇവിടെ ഡിഗ്രിക്ക് സംവിധാനം, എല്ലാ സംവിധാനവും അദ്ദേഹത്തിനുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വരുന്നത് അവർക്ക് നേട്ടമാണ്. ജമാഅത്തെ ഇസ്ലാമി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത്, പോപ്പുലർ ഫണ്ടിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത്, ലീഗിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത്. മതേതര ജനാധിപത്യ രാജ്യത്തിൽ നാം ആലോചിക്കേണ്ട ഒരു വിഷയം, അറബി ഭാഷാ പഠനം, ഉറുദു ഭാഷാ പഠനം എന്ന പേരിൽ കേരളത്തിൽ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞ ഭാഷയല്ലേ, ഭാഷയിലുള്ളത് ഖുർആനാണ് പഠിപ്പിക്കുന്നത്, ഹദീസാണ് പഠിപ്പിക്കുന്നത്. സർക്കാരിൻ്റെ ചെലവിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അറബി ഭാഷ പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കാനാണ്, ഇസ്ലാം മതം പഠിപ്പിക്കാനാണ് ആ കാശ് കൊടുക്കുന്നത്. അറബിക് കോളേജുകൾ സർക്കാരിൻ്റെ കീഴിലുണ്ട്. ഇവിടെ ഒക്കെ പഠിപ്പിക്കുന്നത് ശരി, എല്ലാ മതവും പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഭംഗിയുണ്ട്, എല്ലാ മതവും പഠിപ്പിക്കുക, അല്ലെങ്കിൽ മതനിരാസവും പഠിപ്പിക്കുക. മതം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മതത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കുഞ്ഞു കുട്ടികളിൽ മദ്രസ നവീകരണ സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റേത്. എന്താണത് നവീകരണം? കൂടുതൽ തീവ്രവാദികളാക്കുക. ഇപ്പോൾ ഉള്ളത് കത്തി വാങ്ങാനുള്ള ഒരു ആയുധം വാങ്ങാൻ പറയുന്നത് ആധുനിക സംവിധാന യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുക. എന്താണ് മദ്രസ നവീകരണം? എല്ലാം ഈ മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത്? ഇതിനൊരു സമിതി നിശ്ചയിച്ചിട്ട് അതിന് പറ്റിയൊരു എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ? അവിടെ പഠിപ്പിക്കുന്നത് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സമൂഹത്തിൽ പറയാൻ കഴിയുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് എന്തോ പഠിപ്പിച്ചോട്ടെ, പക്ഷെ അതിനേക്കാൾ വലുത് എൻ്റെ മതം മാത്രം നല്ലത്, എൻ്റെ ദൈവം മാത്രം ശരിയായ ദൈവമെന്ന് കുഞ്ഞു മനസ്സിൽ കയറിപ്പറ്റിയാൽ അവൻ്റെ മനസ്സിൽ നിന്നത് എടുത്തു മാറ്റാൻ കഴിയില്ല. നമ്മൾ എന്തൊക്കെ നിയമം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? നോക്കൂ, മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ, മത രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുണ്ടായ ഭവിഷ്യത്ത്, മതമില്ലാത്ത ജീവൻ വന്നപ്പോൾ ഒരു അധ്യാപകനെ തല്ലിക്കൊന്നു, ഒരുപാട് അധ്യാപകരെ പീഡനമേൽപ്പിച്ചു, തെരുവുകളിൽ വിപ്ലവമുണ്ടാക്കി, എത്രങ്ങാനും പുസ്തകങ്ങൾ കത്തിച്ചു ചാമ്പലാക്കി, പൊതുമുതൽ നശിപ്പിച്ചു. എന്താ കാരണം? സ്കൂളിലുള്ള ഒരു അറബി പാഠപുസ്തകത്തിൻ്റെ കഥ മറ്റൊരു രീതിയിലാണത്, അതാരും ചിന്തിക്കുന്നില്ല. വേറൊരു മലയാള പുസ്തകമായതുകൊണ്ട് അതിൽ മതമില്ലാത്ത ജീവൻ, അങ്ങനൊന്നും പാടില്ല. ഇങ്ങനെ ഒരു ഗുണ്ടായിസം കാണിക്കുന്നു. ഇതിന് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഏത് അനുച്ഛേദം വെച്ചുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്? ഇതിന് ഒരു പരിധിവരെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ മാത്രം കുറ്റമല്ലല്ലോ. എല്ലാ രംഗത്തും ഇത് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഹജ്ജിൻ്റെ സബ്സിഡി, ഒരു തീർത്ഥാടനത്തിന് കാശുള്ളവർ പോയാൽ പോരെ, സർക്കാരിൻ്റെ കാശെടുത്തിട്ടാണ് ഇതിന് വിനിയോഗിക്കുന്നത്. ഇങ്ങനെ മതത്തെ വളർത്താൻ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങളെ വളർത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിലും എങ്ങനെയോ ഇന്ന് മതരാഷ്ട്രവാദക്കാർ അതിൻ്റെ വള്ളി പിടിച്ചു പറ്റിയിരിക്കുന്നു. ഇത് മതരാഷ്ട്രത്തിനെതിരാണ്, മതേതരത്വത്തിനെതിരാണിത്. മാത്രമല്ല ഈ പാഠവിഷയങ്ങൾ മാത്രമല്ല, എല്ലാ രംഗത്തും
മതരാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുണ്ട്. ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു സദാചാര ഗുണ്ടായിസം ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ജാമ്യം അനുവദിക്കുന്ന പോലീസിലേക്ക് ഇവർ വിളിച്ചു പറയാ, ഇന്നയാളെ ജാമ്യത്തിലിറക്കണം, അല്ല ഇന്നയാളെ വിട്ടേക്കണം എന്ന് പറയുന്നത്. ഓൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നല്ല അവിടെ പരിശോധിക്കുന്നത്, നമ്മളെ കക്ഷീനെ രക്ഷിക്കുക എന്നുള്ളടത്ത് കാര്യങ്ങളെത്തി നിൽക്കുന്നു. ഇവിടെയാണ് സെക്കുലർ ചിന്താഗതിയും സെക്കുലർ സമൂഹവും സെക്കുലർ രാഷ്ട്രവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത് നമുക്ക് എത്രത്തോളം ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കാൻ കഴിയും? ഈ മൂലക്കരിന്ന് 4 ആൾ പറഞ്ഞാൽ നടപ്പിലാകുമോ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്രത്തോളം അവർ വളർന്നിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു ഭരണകക്ഷിക്ക് ഭരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഭരണമല്ല വലുത്, ആദർശമാണ് വലുതെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറി ചിന്തിക്കുമോ? വിദ്യാഭ്യാസ രംഗത്തൊരു പുതു സംവിധാനം, ശാസ്ത്രബോധവും യുക്തിചിന്തയും വളരുന്നൊരു വിദ്യാഭ്യാസ സംവിധാനം, മതങ്ങളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുക, മതങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടുകൂടാ, മതമില്ലാത്തൊരു സംവിധാനമായിരിക്കണം വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ടത് എന്നെന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല? അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഒരു മതത്തിന് നമ്മൾ അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ അവകാശങ്ങൾ നിനക്ക് പോലും മതം പഠിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിനും ആ ചാൻസ് വേണം, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിനും വേണം, അല്ലെങ്കിൽ പരസ്പര വിദ്വേഷം വരും. മതം തന്നെ പഠിപ്പിച്ചുകൂടാ, പക്ഷേ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഒക്കെ എല്ലാം കൂടി പഠിപ്പിക്കുക എന്നുള്ള സംവിധാനം ഇല്ലെങ്കിൽ അത് അപകടമായി തീരും. മാറാട് കലാപം നമുക്കതിൻ്റെ ഒരു ഭവിഷ്യത്താണത്. മാറാട് ഒരു മുസ്ലിം ലീഗുകാർ കൂടി മദ്യം പറഞ്ഞപ്പോൾ മാപ്പിള സ്കൂൾ വേറെ ഹിന്ദു സ്കൂൾ വേറെയായി വേർതിരിച്ചുകൊണ്ട് ആ മദ്യം പറഞ്ഞത്. എന്തിനാ അവിടെ അങ്ങനെ ഒരു മദ്യം പറഞ്ഞ്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കട്ടെ, അങ്ങനെ മതേതരത്വം അവിടെ വരട്ടെ. എന്തുകൊണ്ട് മുസ്ലിം ലീഗുകാർ ചിന്തിച്ചില്ല? ഇവിടൊക്കെയാണ് നമ്മൾ മതേതര രാഷ്ട്രീയം മതേതരത്വം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മേഖലകൾ ചർച്ച ചെയ്ത് പോവേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇസ്ലാം മതം ഏത് രീതിയിലായാലും ഇത് അനുവദിക്കുന്നില്ല. മറ്റു മതങ്ങളൊക്കെ സ്ഥിതി തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇസ്ലാം മതം ആയതുകൊണ്ട് ചേർത്ത് പറയുന്നേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ ഇന്നലെയൊക്കെയുള്ള ചർച്ച എന്താ? തിരുവനന്തപുരത്തെ ആ അമ്പലത്തിലുള്ള സ്വത്തൊക്കെ പൊതു ഖജനാവിലേക്ക് ഏൽപ്പിക്കണം. അതേമാതിരി അത് പറയുന്ന ആളുകൾ ഇവിടെ വഖഫ് സ്വത്ത് എന്തേ സർക്കാരിൽ ഏൽപ്പിക്കാൻ പറയാത്ത? കോടിക്കണക്കിന് സ്വത്തുകളുണ്ട് വഖഫിൻ്റെ സ്വത്തുകൾ. അത് വിറ്റും മുടിച്ചും അങ്ങോട്ടാക്കിയൊരു സമൂഹം കഴിഞ്ഞുകൂടുന്നുണ്ട്. മതങ്ങളുടെ എല്ലാ സ്വത്തും സർക്കാരിൽ ഏൽപ്പിച്ചിട്ട് സർക്കാർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? തിരുവനന്തപുരമുള്ള ആ സ്വാമില്ല കോടിക്കണക്കിനുള്ള കാശുണ്ട്, അവിടെ ആഭരണമുണ്ട്, ദൈവത്തിന് വിഗ്രഹങ്ങളുടെ ആ സ്വർണത്തിൻ്റെ സംവിധാനമുണ്ട്. അതൊക്കെ എന്ത് വേണം? അത് ഹിന്ദുക്കൾക്കിടയിൽ മാത്രം വിനിയോഗിച്ചാൽ ഹിന്ദുക്കൾ എന്തോ ആയിപ്പോവും എന്നൊരു ധാരണ. അപ്പോൾ അവിടെ പറയാം അത് എല്ലാ പൊതു ഖജനാവിലേക്ക് ഏൽപ്പിക്കണം, അതിൽ സുപ്രീം കോടതി ഇടപെടണം. ഇത് പറയുന്ന ആളുകൾ നമ്മൾ പറയുന്നത് വെച്ചാൽ അത് ഏൽപ്പിക്കേണ്ട സംഗതി തന്നെയാണ്. പിന്നെ ഏത് അമ്പലത്തിലെ കാശായാലും പള്ളിയിലെ കാശായാലും ചർച്ചിൻ്റെ കാശായൊക്കെ തീരുമാനിക്കേണ്ടത് പൊതു സംവിധാനത്തോടു കൂടി തന്നെയായിരിക്കണം, ഭരണരംഗത്തോടു കൂടിയായിരിക്കണം, ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തണം. നല്ല സംവിധാനമാണ്. പക്ഷെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പറഞ്ഞുകൂടാ, അത് കാപട്യമാണ്. അങ്ങനെ ഇത് പറയുമ്പോൾ നമുക്കൊരു മതത്തോടും വിദ്വേഷമില്ല, മതരഹിതമായി ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. പക്ഷെ ഇത് സമൂഹത്തിൽ ഒരുപാട് വിപത്തുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും മതത്തിൻ്റെ ഈ കൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ചെയ്യാൻ കഴിയുന്നത് ഒന്ന്, സമൂഹത്തെ ബോധവൽക്കരിക്കുക. സെക്കുലറിസം എന്നാൽ എന്താണ്? സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മതമില്ലാത്ത നല്ലവരായി ജീവിക്കാനുള്ള ചുറ്റുപാട് സാധ്യമാണ്. മതത്തിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഈ സദാചാര ഗുണ്ടായിസമൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണ്ടായിസങ്ങൾ അതിൽ വരുന്നത് മതത്തിൻ്റെ ഈ കാര്യത്തിൽ നിന്നാണ്. മതമില്ലാതെ നല്ലവരായി ജീവിക്കാൻ ധാരാളം കഴിയും എന്നവരെ ബോധ്യപ്പെടുത്തണം. 2, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ സെക്കുലറിസത്തിൻ്റെ തനി പകർപ്പ്, തനി ആശയം ശരിയായ വിധത്തിൽ ബോധ്യപ്പെടുത്തണം. ഇതിനിവിടെ ഇടതും വലതും ശ്രമിക്കാത്തത് എന്താണെന്നറിയാം? അവർക്ക് ഭരിക്കേണ്ടതുകൊണ്ടാണ്. അവർ സെക്കുലറിസത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട് വിശദീകരിക്കാൻ അവർ ചങ്കൂറ്റമുള്ളവരുണ്ട്, വിഷയപാഠവമുള്ളവരുണ്ട്, പ്രഗത്ഭരായ പ്രാസംഗികന്മാരുണ്ട്. എന്തുകൊണ്ട് ഒരു ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല? അത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്. ഒന്നിരിക്കൽ വ്യാഖ്യാനിക്കുമ്പോൾ സത്യസന്ധമായി വ്യാഖ്യാനിക്കേണ്ടി വരും, പറയേണ്ടി വരും, അല്ലെങ്കിൽ വളച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ശരിയായ രീതിയിൽ സെക്കുലറിസം നടപ്പിലാക്കാൻ
നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ സെക്കുലറിസം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ മതേതര ജനാധിപത്യ രാജ്യത്ത് ചില മതസംഘടനകൾ മതേതരത്വത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പൊതുസമൂഹത്തിൽ ഒരു മാർക്കറ്റ് ഇട്ടാൻ ഞങ്ങളും മതേതരമായി വാദിക്കുന്നവരാണ്. പക്ഷേ ഇതേ വാദം പാകിസ്ഥാനിൽ ചെന്ന് പറയുന്നില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ വാദം പാകിസ്ഥാനിൽ ചെന്നിട്ട് പറയുന്നില്ല. അപ്പോൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, അവർക്ക് അവകാശം വേണ്ടേ? ആ അവകാശം എന്തേ പറയാത്ത? അവിടെ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഉണ്ടോ? അവരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതാരറിയുന്നു? പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ജീവിക്കുന്നവർക്ക് വരെ സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടല്ല അകത്തുള്ളവരുടെ ന്യൂനപക്ഷത്തിൻ്റെ കഥ. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അവരിന്ന് ഉയർന്നു നിൽക്കുന്നു. അതിൽ നമുക്ക് അസൂയയല്ല, പക്ഷേ അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ്. മതത്തിൻ്റെ പേരിലായതുകൊണ്ട് സെക്കുലറിസം ചിന്തിക്കുന്നത് മതരഹിതമായൊരു സമൂഹം, മതരഹിതമായൊരു വ്യക്തി, മതരഹിതമായൊരു രാഷ്ട്രീയം. അങ്ങനെ വരുമ്പോൾ ആരെയും ന്യായീകരിക്കേണ്ടതില്ല, ആർക്കും വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിക്കേണ്ടതില്ല. മതം തുന്നിച്ചേർക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നോക്കൂ, ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. മതത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ സാഹചര്യം നോക്കൂ. ഇപ്പോൾ പുള്ളി പറഞ്ഞല്ലോ പ്രവാചകൻ നിന്ന ഈ സംഭവം ഒന്ന് വിലയിരുത്തി നോക്കൂ. എന്താ ഈ സംഭവം? മുസ്ലിങ്ങൾ തന്നെയാണ് ഈ പ്രവാചകൻ നിന്ന ചെയ്യുന്നത് കേട്ടോ. ഒരു വസ്തുത ഞാൻ പറഞ്ഞുതരാം. ഹിന്ദു ക്രിസ്ത്യാനിയും അല്ല പ്രവാചകൻ ഇന്ന് അധികം ചെയ്യുന്നത്. അതെങ്ങനെയാ? ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു ചെറിയൊരു ക്രിസ്ത്യാനി പെൺകുട്ടി, 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ഖുർആൻ കത്തിച്ചു, ഖുർആൻ നിലത്ത് മോശമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ പെൺകുഞ്ഞിനെ ജയിലിലടച്ചു, ഒരുപാട് പീഡനം അനുഭവിച്ചു. അതിന് പിന്നിൽ പഠനങ്ങൾ വന്നപ്പോൾ ഒരു മുസ്ലിം പുരോഹിതനായിരുന്നുവത്രേ അത് ചെയ്തത്. അതെന്തിനാ ഒരു മുസ്ലിം പുരോഹിതൻ അങ്ങനെ ചെയ്തത്? അതുപോലെ ഡെൻമാർക്ക് പത്രത്തിലെ ആ കാർട്ടൂൺ വിവാദം, അതും അവസാനം ചെന്നിപ്പെട്ടത് ഒരു മുസ്ലിമിലേക്കായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിക നിന്ന, പ്രവാചക നിന്ന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ എത്തിപ്പെടുന്നത്, അവസാനമായി എത്തിപ്പെടുന്നത് മുസ്ലിങ്ങളിലേക്കാകുമ്പോൾ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? മുസ്ലിങ്ങൾ മനഃപൂർവ്വം പ്രവാചകനെയോ ഖുർആനെയോ നിന്ദിക്കുമോ? എന്താണ് സംഭവം? അത് തീവ്രവാദികളായ മുസ്ലിങ്ങൾ ചെയ്യുന്നൊരു സംഭവമാണത്. എന്തിനാണത്? തീവ്രമായി ചിന്തിക്കാത്ത മുസ്ലിങ്ങളെയും കൂടി തീവ്രമായി ചിന്തിക്കുന്നവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ അവർ ചെയ്യുന്ന ഒരു കുതന്ത്രമാണത്. പ്രവാചകനെ നിന്ദിച്ചു, അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരിക. ഇസ്ലാമിനെ നിന്ദിച്ചു, ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞ് നാട്ടിൽ വിപ്ലവമുണ്ടാക്കാൻ ഭീകരവാദികൾ ചെയ്യുന്ന ഈ പണിയിലേക്ക് മറ്റു മുസ്ലിങ്ങളെയും കൂടി പങ്കുചേർക്കാൻ, അവരെയും കൂടി വികാരം കൊള്ളിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പണിയാണ് ഈ ഇസ്ലാമിക നിന്ന, പ്രവാചക നിന്ന എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വേറെ ഏതൊരു മതവിഭാഗം ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉടുതുണിയില്ലാത്ത ദൈവങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങളും സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും എഴുതുമ്പോഴേക്ക് വലിയ പ്രശ്നങ്ങളാകുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഈ എഴുതിയവരൊക്കെ ഇവിടെ ഉണ്ട്. മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ, മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ എന്നുള്ള പുസ്തകം ഇവിടെ ഉണ്ട്. ഖുർആനിൽ നിന്നും ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണ് ആ പുസ്തകം. ഈ പ്രവാചകൻ ഇന്നാന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയങ്ങ് പറയുന്നതല്ല, ഒരാളെ കുറിച്ച് ഉണ്ടാക്കിയങ്ങ് പറയുന്നതല്ല, ഉള്ളത് ചരിത്ര സംഭവങ്ങളിൽ നിന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ പറയുന്നത് ബുഖാരിയിലുള്ളൊരു ഹദീസാണ്. സംഗതി സംവിധായകനെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെങ്കിലും ആ സിനിമയിൽ വന്ന സംഭവം വസ്തുതയാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച് അതിൽ പറയുന്നത്, അതിൽ പറഞ്ഞ് 9 വയസ്സായ ഒരു സ്ത്രീയെ മുഹമ്മദ് കല്യാണം കഴിക്കുന്നതാണ്. 6 വയസ്സ് എന്ന ചരിത്രകാരന്മാരിൽ ചിലർ ഉദ്ധരിച്ചിട്ടുള്ളത്. അതും 55 വയസ്സുള്ള മുഹമ്മദ് 6 വയസ്സുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നതും 9 വയസ്സിൽ മണിയറയിൽ കൂടുന്ന രംഗമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. സൊഫിയയുടെ കല്യാണം ഒരു യുദ്ധത്തിൽ
ഭർത്താവിനെയും മാതാവിനെയും പിതാവിനെയും എല്ലാവരെയും കൊന്നിട്ട് അന്ന് രാത്രി എനിക്ക് ദൈവം നിന്റെ വിവാഹം ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സഫിയ രാത്രി കല്യാണം കഴിക്കുകയാണ്. പാറാവ് നിർത്താൻ അബു അയ്യൂബ് അൻസാരി എന്ന തൻ്റെ സഹചാരിയെ നിർത്തുകയാണ്. ഇത് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. ഇതാരെങ്കിലും സിനിമയാക്കിയാൽ എന്തിനാണ് അവനെ തലവെട്ടേണ്ടത്? ആദ്യം കത്തിച്ച് നശിപ്പിക്കേണ്ടത് ഈ ഖുർആനും ഈ ബുഖാരി മുസ്ലിം പോലും ഇസ്ലാമിക ചരിത്രങ്ങളാണ് ആദ്യം നശിപ്പിക്കേണ്ടത്. അല്ലാതെ ഇതാരെങ്കിലും സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ചോ പറയുന്നതിനെക്കുറിച്ചല്ല കയ്യേറ്റം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ തകരാറാണ്. ഇസ്ലാമിൻ്റെ എല്ലാം ഓരോന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ബോധ്യമാകും ഇത് ഈ ആധുനിക സമൂഹത്തിൽ പറയാൻ പറ്റുന്ന സംഗതികളല്ല. എന്നിട്ട് പോലും എന്തിനവനവർ പേടിക്കുന്നു? സത്യസന്ധമായ വസ്തുനിഷ്ഠമായി എക്കാലഘട്ടത്തും നിലനിൽക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ആശയങ്ങളാണെങ്കിൽ എന്തിന് പേടിക്കണം? എന്തിന് കാർട്ടൂണുകളെ പേടിക്കണം? എന്തിന് സിനിമകളെ പേടിക്കണം? അത് മതത്തിന് പ്രചാരമാകല്ലേ ചെയ്യുള്ളൂ. അതിലുള്ളതൊക്കെ മോശത്തരാണ്. ആരെങ്കിലും എടുത്ത് പറഞ്ഞാൽ മതത്തിന് വിഷമമായി പോകും. അതുകൊണ്ടാണത്. അതുകൊണ്ട് ഈ സെക്കുലറിസം എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പല ഭാഗത്തേക്കും ചെന്നു ചേരുന്നു. സെക്കുലറിസം എന്ന് കാലത്ത് നമ്മൾ ഇന്ത്യയിലുള്ളത് ആ സെക്കുലറിസം എന്ന വാക്ക് തന്നെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥത്തിലായാലും ഇപ്പോൾ നോക്കൂ, പിന്നെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ അമേരിക്ക സെക്കുലാരിറ്റി ഒരു രാഷ്ട്രമാണല്ലോ, സെക്കുലറിസമാണല്ലോ. സെക്കുലറിസം പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടെ. ഒബാമ നോക്കൂ, അയാൾ വിജയിക്കാനുണ്ടായ പശ്ചാത്തലം തന്നെ എന്താ? എതിർ സ്ഥാനാർത്ഥിയെ അയാൾ ചെയ്ത നല്ല കാര്യത്തെ അയാൾ വാഴ്ത്തി പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥി ചെയ്തത് നല്ല കാര്യമാണ്. കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പങ്കാളികളായപ്പോൾ, രാജ്യക്ഷേമ പരിപാടിയിൽ പങ്കാളികളായപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മാറി വരുന്ന ഈ കക്ഷികൾ, രാഷ്ട്രീയക്കാർ, ഭരണകക്ഷി നല്ലത് ചെയ്താലും മോശാക്കിയതേ പറയൂ, ഒരിക്കലും നന്നാക്കി പറയില്ല. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വിഷമമാണ്. അവിടെ അതില്ല. വസ്തുതകളെ സ്വീകരിക്കുന്നില്ല, സത്യസന്ധമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വിഷമം. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സെക്കുലർ, ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഭരണരംഗത്ത് അത് തൊടിയിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ സെക്കുലറിസം എന്ന് പറയുമ്പോൾ വ്യഭിചരിച്ചു എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യം. ഇന്ന് ഭരണം, ഇപ്പോൾ നിയമ സംവിധാനങ്ങളിൽ പൊതു പൗരത്വം, പൊതു നിയമം ആണ് വേണ്ടത് സെക്കുലാരിസമായി ചിന്തിക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയിലല്ല ഉള്ളത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു നിയമം, മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്കൊരു നിയമം. അങ്ങനെ വന്നാൽ പിന്നെ എന്ത് സെക്കുലറിസമാണ് രാജ്യത്തുള്ളത്? അല്ലെങ്കിൽ സെക്കുലർ സമസ്ത രാജ്യമാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നത് ഒരു പൊതു സിവിൽ കോഡ്, പൊതു നിയമം രാജ്യത്തുണ്ടാവണം. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നോ ജാതി മതങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് പൊതു നിയമം രാജ്യത്തുണ്ടാവണം. അതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം, അതാണ് മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നത് ഇസ്ലാമിൻ്റെ നിയമം ഭേദഗതി ചെയ്തുകൂടാ, ഇസ്ലാം എന്നത് ശരീഅത്താണ്, ശരീഅത്ത് ഭേദഗതി ചെയ്തുകൂടാ എന്ന് പറയുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ മുഹമ്മദൻ ലോ എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ചുവട്ടിലുള്ളൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. പാകിസ്ഥാനിൽ ഇസ്ലാമിക ശരീഅത്താണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഇസ്ലാമിക ശരീഅത്താണ്, ഖുർആൻ മാറ്റണോ മാറ്റണ്ടേന്ന് അവിടെ പറയാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് അത് പറഞ്ഞുകൂടാ. ഭരണഘടനയുടെ ഒരു ഇന്നത്തെ ഭരണഘടന താഴെയാണ് മുഹമ്മദൻ ലോ ഉള്ളത്. അതുകൊണ്ട് മാറ്റേ പറ്റൂ. ന്യൂനതകളുണ്ടെങ്കിൽ മാറ്റണം. ആ രീതി സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഇവിടെ ഈ അടുത്ത കാലത്ത് ഈ ഇടതും വലതും അല്ലാത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ കിട്ടിയൊരു നേട്ടം, ആളുകളുടെ മുഖം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇപ്പോൾ ശൈശവ വിവാഹം നിർത്തലാക്കിയത് ഇവിടുത്തെ ബ്രിട്ടീഷ് സർക്കാരാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു. ഇന്നാണ് ഞാൻ നടക്കൂല കേട്ടോ. 16, 9, 4 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് സമൂഹം എത്ര പുരോഗമിച്ചിട്ടും നിയമപരമായി നേരിടാൻ കഴിയില്ല. അന്നവർ ചങ്കുറ്റത്തോടെ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അലി ഇവരൊക്കെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇസ്ലാമിൻ്റെ കാര്യത്തിൽ കൈകടത്താൻ പാടില്ല. അവരത് ചെവി കൊണ്ടില്ല. 4 സാക്ഷി സംവിധാനം പണ്ട് കോടതിയിലുള്ളത് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് ബ്രിട്ടീഷ് സർക്കാർ വരുന്നത് വരെ ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ
ശിക്ഷിക്കാൻ അധികാരം മുസ്ലിം ജഡ്ജിക്ക് മാത്രം, സാക്ഷി പറയേണ്ടത് മുസ്ലിങ്ങളായിരിക്കണം, വിധി പറയേണ്ടത് മുസ്ലിം പണ്ഡിതൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. ഇങ്ങനെ ഹിന്ദുക്കളിലുണ്ട് ശുദ്രനൊരു വിധി, പിന്നെ മുതിർന്നവന് മറ്റൊരു വിധി, ഇങ്ങനെ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നിർത്തലാക്കിയത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേട്ടമാണ്. സ്ത്രീകളാകുമ്പോൾ 4 സാക്ഷി, ആണാകുമ്പോൾ 2, എല്ലാം കൂടി ഒരു ഏകീകരണ സ്വഭാവം. ആണായാലും പെണ്ണായാലും ഇത്രേ പാടുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു നിയമമൊക്കെ എടുത്തു കളഞ്ഞു. ഇങ്ങനെ 100 നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ ഇപ്പം എല്ലാവർക്കും ഒന്നാണല്ലോ. ഇനി ആകെ 6 കാര്യത്തിലേ ഉള്ളൂ. അതിനെന്താ ഇപ്പോൾ വാശി? ഒന്ന് 4 കെട്ട്, ഒന്ന് സ്വത്തൊരുക്കൽ, വഖഫ്, വസിയ്യത്ത്, ഇങ്ങനെ കുടുംബത്തിൻ്റെ മൂലയിൽ ഒതുങ്ങുന്ന വളരെ കുറഞ്ഞ 6 കാര്യം. ഇതെന്താ മാറ്റിക്കൂടാന്ന് പറയുന്നത്? 4 കെട്ടാൻ വേണ്ടി തന്നെയാണ്. അല്ല എന്താ ഇപ്പോൾ പ്രശ്നം? ഇവിടെ നോക്കൂ, നമുക്കറിയാം ഇപ്പോൾ ഈ സദാചാര ഗുണ്ടായിസം കാണിച്ച ഈ എന്താ പറയുക, പിന്നെ ഇവിടെ പെരിന്തൽമണ്ണക്ക് അടുത്ത് ഒരു പെണ്ണ് മദ്യം വാങ്ങാൻ വേണ്ടി വരിക്കുന്നല്ലോ. വരിക്കുന്നപ്പോൾ അത് പെണ്ണുങ്ങളേതായാലും വരിക്കുന്നത്, മദ്യം വാങ്ങാൻ വേണ്ടി വരിക്കുന്നത് വളരെ മോശമായി ഒരു മുസ്ലിം ലീഗുകാരൻ പറഞ്ഞു. സദാചാര ഗുണ്ടായിസം വിശദീകരിച്ചപ്പോൾ ഒരു മുസ്ലിം ലീഗുകാരൻ പറഞ്ഞത്, ഒരു സ്ത്രീ അങ്ങനെ ഒരു പുരുഷനെ പോലെ, പുരുഷൻ ഏതാ വരിക്കുന്ന സ്ത്രീകൾ പോയിട്ട് മദ്യം വാങ്ങാൻ വരിക്കുക സ്വന്തം ഭർത്താവിന് വേണ്ടി. ഞാൻ ഇടത്തേക്ക് ചോദിച്ചു, ഈ നമ്മുടെ രാജ്യത്ത് മദ്യനിരോധനമായിരുന്നല്ലോ. EMS നമ്പൂതിരിപ്പാടുള്ളപ്പോഴാണ് മദ്യനിരോധനം 1957 എടുത്തു കളഞ്ഞത്. അന്ന് കൂടെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നില്ല? നിങ്ങളത് പറയണ്ടേ? ഇസ്ലാം അനുവദിച്ചതാണ്, ഇസ്ലാം അനുവദിക്കാത്തതാണ് മദ്യം. അതുകൊണ്ട് ഇസ്ലാം ഹറാമാക്കിയ സംഗതിയെ നിങ്ങളെ കൂടെ ഞങ്ങൾ പൊറുപ്പിക്കില്ല, നിരോധനം പാടില്ല, നിരോധിച്ചുകൊണ്ട് തന്നെ നിൽക്കട്ടെ, നിരോധനം എടുത്തു കളഞ്ഞ രാജ്യത്തൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയേണ്ടതെന്ന് അവർ പറഞ്ഞില്ല. കാരണം എന്താ അറിയോ? നമുക്കും വേണ്ടേ കുടിക്കുക. അന്ന് മുസ്ലിം ലീഗ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, കുടിക്കുന്നവർ കുടിച്ചോട്ടെ, കുടിക്കാത്തവർ കുടിക്കണ്ട. ഇവിടെ പിന്നെ 4 കെട്ടിന് വിഷയം വരുമ്പോൾ അവർക്ക് അവിടുത്തെ 4 പെണ്ണും വേണം, കള്ളും വേണം എന്നുള്ളിടത്താണ് അവർ നിൽക്കുന്നത്. ഈ ഒരു നിലപാട് കാര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ചു പറയുകയാണ്. നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗ് ഇപ്പം ഇന്ന് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ നയങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇന്ന് ഇപ്പം അടുത്ത് ഒരു ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു, യൂനുസ് കുഞ്ഞ് പറഞ്ഞെന്താ, മുസ്ലിം ലീഗാണെന്ന് കേരളം ഭരിക്കുന്നത് എന്ന്. എന്നിട്ട് പിന്നീട് പറഞ്ഞു ജനങ്ങളാണ് അങ്ങനെ പറഞ്ഞു. ജനങ്ങൾ നല്ല യാഥാർത്ഥ്യമാണത്. ഇന്ന് മാറി മാറി വരുന്ന എല്ലാ കക്ഷികളും പാണക്കാട് കൊടപ്പനക്കൽ ചെന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ കാൽച്ചുവട്ടിലാണെന്ന് നമ്മുടെ കേരളമുള്ളത്. ഇന്ത്യയും ഇത് ഏകദേശ നിയമങ്ങൾ തന്നെയാണുള്ളത്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഭരിക്കാൻ, കാര്യങ്ങൾ തീരുമാനിക്കാൻ, നിർവചിക്കാൻ, ഒരു നിയമം കൊണ്ടുവരാൻ, ഭേദഗതി ചെയ്യാൻ നമ്മുടെ സമൂഹം, നമ്മുടെ ഈ മതരാഷ്ട്രവാദക്കാർ, രാഷ്ട്രീയക്കാർ അനുവദിക്കില്ല. ഇവിടെയാണ് യുക്തിവാദത്തിൻ്റെ പ്രസക്തി. യുക്തിവാദം എന്നത് ഏതെങ്കിലും ഒരു മതത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കുവാനോ ഉള്ളതല്ല. പക്ഷേ മതത്തിൻ്റെ ദോഷവശങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഇതുപോലെ രാഷ്ട്രീയക്കാർ പറയാൻ മടിക്കുന്ന, മതസംഘടനക്കാർ പിന്നെ വള്ളം ചേർത്ത് കൃത്രിമമായി അവതരിപ്പിക്കുന്ന മതേതര പോലത്തെ ഈ വിഷയങ്ങളെ സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി, യഥാർത്ഥമായി ആളുകളെ ബോധ്യപ്പെടുത്താൻ യുക്തിവാദ പ്രസ്ഥാനത്തിനല്ലാതെ ആർക്ക് കഴിയും? ഇത് ഇടതുപക്ഷം പറയുമ്പോൾ അതനുസരിച്ച് പറയേണ്ടി വരും. കാരണം അവരെ കൂടെയാണ് ഈ കക്ഷികൾ ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ഇത് പറയേണ്ടി വരും, വള്ളം ചേർത്തേ പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ, യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയുന്നത്. യുക്തിവാദികളാകും പിന്നെ ഈ വളരെ ഇട്ടാവട്ടത്തിലുള്ള കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. പക്ഷേ ഈ കാര്യങ്ങൾ തന്നെ ആളുകൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. യുക്തിവാദികളുടെ വായിൽ നിന്നൊരു കാര്യം വരുന്നതും ബഹുഭൂരിപക്ഷമുള്ള സമൂഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതും അന്തരമായി സമൂഹം തന്നെ കാണുന്നുണ്ട്. നമുക്കറിയാം യുക്തിവാദികൾ ഇത്ര കുറച്ചായിട്ട് പോലും ഇപ്പോൾ ശബരിമല കേസ്, അവിടെ പിന്നെ മകരജ്യോതിയെക്കുറിച്ച് കേസിന് പോയപ്പോൾ അത് വിധിയുണ്ടായി. ആകെ 4 ആളല്ലേ ഉള്ളൂ. ഇപ്പോൾ യുക്തിവാദികൾ കൊടുത്ത മറ്റൊരു കേസ് 5 വർഷമായി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഇവിടെ ഒരുപാട് കേസിലൂടെ, നിയമത്തിലൂടെ നേടിയെടുക്കുന്ന 4 യുക്തിവാദികളാണ്. നമുക്കും ഈ മതേതരത്വത്തെ എങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിക്ക്, നല്ലൊരു ഭാവിക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമോ അതിലെല്ലാവരും പങ്കാളികളാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ബോധപൂർവമായിരിക്കില്ല എന്ന് തോന്നുന്നു അയ്യൂബ് സാർ പറഞ്ഞത്.
പക്ഷേ എനിക്കൊരു സംശയമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. മറ്റ് സെമിറ്റിക് മതങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമാണോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഒരു സംസ്കാരം തന്നെയാണത്. പക്ഷേ അതും ഈ ഇസ്ലാമിക് സെമിറ്റിക് മതങ്ങൾ പോലെയുള്ള ഇസ്ലാമിക് മതം അടക്കമുള്ള സെമിറ്റിക് മതങ്ങളിലൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, അയ്യൂബ് സാറിന് മനസ്സിലാവും, ചില ആൾക്കാർക്കും മനസ്സിലാവുമായിരിക്കും, മറ്റു പലർക്കും മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ബാത്റൂമിൽ ഒരു മനുഷ്യൻ, ഞാനൊരു വ്യക്തി, ഒരു മുസ്ലിമായൊരു വ്യക്തി ആരും കേൾക്കാതെ വിജനമായൊരു സ്ഥലത്ത് വളരെ സേഫായി നിന്ന് ഏതെങ്കിലും ഒരു അള്ളാനെ അല്ലാതെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ വിധിപ്രകാരമല്ലാതെ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചാൽ അവൻ ഓട്ടോമാറ്റിക്കായി അവിടെ നിന്ന് വെളിയിൽ പോകും. ഞാനും ദൈവവും തമ്മിൽ നേരിട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷെ ഒരു ഹിന്ദുവായൊരു മനുഷ്യന് ആ ഹിന്ദു മതം എന്ന് വിളിക്കപ്പെടുന്ന, ഞാൻ വീണ്ടും അതൊന്നോടെ പറയുകയാണ്, ഹിന്ദുമതം എന്ന് വിളിക്കപ്പെടുന്ന ഈ മതം എന്ന് പറഞ്ഞ് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഇപ്പോൾ പരസ്യമായി പള്ളിയിൽ പോയി നമസ്കരിച്ചാലോ അല്ലെങ്കിൽ ചർച്ചിൽ പോയി കുരിശു വരച്ചാലോ അവൻ ആ മതത്തിൽ നിന്ന് വെളിയിലാകുന്നില്ല, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ വെളിയിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാ മതവും ഒരുപോലെ സെക്യുലറിസത്തെ തള്ളി പറയുന്നില്ല. ഹിന്ദുമതം അത് കുറച്ചുകൂടെ എനിക്ക് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, മതമുണ്ടായ സാഹചര്യത്തെ ഇസ്ലാമിലൊരു പുതിയ വാദം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ആദം നബി മുതൽ ഉണ്ടായിരിക്കുന്ന പ്രവാചകന്മാർ 10 ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടെന്നും അത് 25 പ്രവാചകന്മാരുടെ പേരാണ് നമുക്ക് തന്നത്. ഇതൊന്നും ഞാൻ വിശ്വാസിയല്ല കേട്ടോ, ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല. ആ വിശ്വാസത്തിനപ്പുറത്തുള്ള അതിൻ്റെ മുഹമ്മദ് നബിക്ക് മുമ്പ് ജീവിച്ചിരുന്ന 25 പേരല്ലാത്തവരിൽ പലരുമായിരിക്കാം ശ്രീകൃഷ്ണനും ശ്രീരാമനുമെന്നും, അതുകൊണ്ട് അവരെല്ലാവരും ദൈവിക പ്രവാചകന്മാരായിരുന്നു എന്നും, മനുഷ്യൻ്റെ കൈകടത്തലിലൂടെ അവർ ഇസ്ലാമിന് വെളിയിൽ പോയതാണെന്നും, യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും ഇസ്ലാം മതം തന്നെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നതെന്നുമാണ് ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള സംഘടനകളിലൂടെ പ്രചരിപ്പിക്കുന്നൊരു പുതിയ വാദം. പിന്നീടൊരു കാര്യമുള്ളത്, ഇസ്ലാം മതം ക്രിമിനൽ നിയമത്തെ ഒരിക്കലും ഇവിടെ നടപ്പാക്കണമെന്ന് ഒരു മുസ്ലിം സംഘടന ആവശ്യപ്പെടുന്നില്ല. ക്രിമിനൽ നിയമം ഇവിടെ നടപ്പാക്കണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹൊറബിൾ, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ഇതായിരിക്കും. കാരണം ആർക്കും തലയുണ്ടാവില്ല, ആർക്കും കൈയും കാലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് ക്രിമിനൽ നിയമത്തെ അല്ല, ഇവർ സിവിൽ നിയമത്തിലാണ് ബലം പിടിക്കുന്നത് ഇപ്പോഴും. ഈ ഇത്ര അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് സെക്കുലറിസവുമായി കുറച്ചുകൂടെ ഒരു താരതമ്യപ്പെട്ടു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യൂബ് അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹൈന്ദവ മതം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സമൂഹം അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, ഹൈന്ദവതയിൽ ദേവീപൂജ ഉള്ളതോടൊപ്പം തന്നെ നാസ്തികതയും ആസ്തികതയും ഉൾക്കൊള്ളുന്നുണ്ട്. ഹൈന്ദവ മതത്തിൽ തന്നെ ദൈവത്തെ അംഗീകരിക്കാത്ത നിയമങ്ങളും ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്നവരും ഹൈന്ദവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കുലറിസ്റ്റ് ഇപ്പോൾ നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായെങ്കിലും അത് മതേതരമായി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ ആശയങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു ഹൈന്ദവ ദർശനത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പല മതങ്ങളും വന്നിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹം പറഞ്ഞതിനോട് തന്നെയാണ് എനിക്ക് യോജിപ്പുള്ളത്. പക്ഷേ ഇങ്ങനെ സെമിറ്റിക് മതങ്ങൾ സ്വീകരിക്കാത്തത് ഇത് രണ്ടിൻ്റെയും അടിസ്ഥാന ധാതുക്കൾ വ്യത്യാസമാണ്, അടിസ്ഥാന പ്രമാണങ്ങൾ വ്യത്യാസമായതുകൊണ്ടാണ്. പിന്നെ ഹിന്ദുക്കൾ അവരെ വേദം വല്ലാണ്ട് പഠിക്കുന്നില്ലല്ലോ. പഠിച്ചവർ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ നൽകി എല്ലാവരും ഉൾക്കൊള്ളിക്കാവുന്ന അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ചർച്ചയിൽ അവസാനം ഞാൻ പങ്കെടുക്കാമെന്നൊക്കെ. ഇപ്പോൾ ഇടതുപക്ഷത്തിന് നല്ല നയങ്ങളും നല്ല ആശയങ്ങളും ഒക്കെ തന്നെയാണ് കമ്മ്യൂണിസം കാഴ്ചവെച്ചത്. പക്ഷേ ഈ നല്ല ആശയങ്ങളെ കൊണ്ടും രാജ്യം ഭരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്കിത് ഇങ്ങനെയൊക്കെ അഴകുഴമ്പം നയങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ പഴയകാല പുസ്തകങ്ങളും പിന്നീട് വന്ന പുസ്തകങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അത് വേർതിരിവതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് കുറച്ചും കൂടി ഭേദം കമ്മ്യൂണിസമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആരാണ് ഇന്ന് BJP-നേക്കാളും കഷ്ടമായിട്ടുള്ളത്? അതെന്താണെന്ന് വെച്ചാൽ BJP-കാർ തുറന്ന് കാര്യം പറയുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ തുറന്ന് പറയാതെ
അങ്ങനെയും ഇങ്ങനെ മട്ടൽമ ചവിട്ടിയ കളി കളിക്കുന്നത് കൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മതമില്ലാത്ത ജീവനില്ലാ നിലപാടിലും മദ്രസയുടെ സമയമാറ്റത്തിലും ഒരുപാട് രംഗത്ത് അവർക്ക് കാഴ്ചവെക്കേണ്ട ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത് അവർക്ക് ഭരിക്കണം എന്നുള്ളൊരു തന്ത്രം മാത്രമാണ്. ശരി, അവർ ഭരിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നിയമത്തിലൊന്നും അവർ കഴിവച്ചില്ല? അപ്പോൾ ഭരണം അവർക്ക് പിന്നെയും ഭരിക്കണം. അതുതന്നെയാണ്. അല്ല, അത് വെച്ചാൽ ഒരു രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് അങ്ങനെ അത് ഓക്കെ. ആ വോയിസ് നമ്മൾ വേണ്ടത് നല്ല രീതിയിലാവണ്ടേ. ഇപ്പോൾ മുസ്ലിം ലീഗുകൾ ഭരിച്ചപ്പോൾ ഇവിടെ അറബി ഭാഷ കൊണ്ടുവന്നത് ലീഗ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ? നമുക്കറിയാലോ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ധീരമായി അയാൾ കൊണ്ടുവന്നു. എന്തുകൊണ്ട് ധീരമായിട്ട് ഇവർക്ക് ഒരു നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അറബി ഭാഷ കേരളത്തിൽ പണ്ട് പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അറബി ഭാഷ പഠിപ്പിക്കൽ തുടങ്ങിയത്. സന്താന നിയന്ത്രണം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ സമയത്തൊരു ബില്ല് വന്നപ്പോൾ അന്ന് 2 MP ഉണ്ടായിരുന്നുള്ളൂ. അവർ എഴുന്നേറ്റെന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല. അപ്പോൾ അവർ ഭരണത്തിൽ എന്തിന് കയറിയോ അതവർ നടപ്പിലാക്കുന്നുണ്ട്. ഇത്രയും വലിയ സംഭവ വികാസമായ അർത്ഥഗർഭമായ ആശയമുള്ള കമ്മ്യൂണിസ്റ്റുകാരന് ഒരാൾക്ക് എഴുന്നേറ്റെന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അവർ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. സമൂഹം മാറുമ്പോൾ മതം താനെ ഇല്ലാണ്ടാകും. അതെങ്ങനെ ഇല്ലാണ്ടാകും? ഇന്നെന്താ ഇല്ലാണ്ടാകാത്ത? കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും ഉണ്ടായല്ലോ, എന്തുകൊണ്ട് തുറച്ചു പറയുന്നില്ല? അപ്പോൾ നമ്മൾ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് അവസാനം ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് വൈകിയ വന്നത്. അപ്പോൾ ഹിന്ദു മതത്തിലെ ഈ മതേതരത്വം ഉണ്ടെന്ന് പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഹിന്ദുവിൽ നിന്നും ബ്രാഹ്മണനായിട്ടും പറയനായും ചോവനായിട്ടും അങ്ങനെ ഒരു ജാതീകൃതമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. ബ്രാഹ്മണൻ ഒരു പറയനെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഒരു പെലയനെ അംഗീകരിക്കില്ല. അപ്പോൾ എവിടെയാണ് ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ അടുത്ത കാലങ്ങളിലായിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വലിയൊരു സൂപ്പർ ഹിറ്റ് സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ദ ഇൻക്രെഡിബിൾ സ്പീച്ച് ഓഫ് അലക്സാണ്ടർ ജേക്കബ് എന്നാണ് ആ ഫയലിൻ്റെ പേര്. നിങ്ങളുടെയൊക്കെ ഫയലിൽ വരുമ്പോൾ എങ്ങനെയാണ് പേരെന്നറിയില്ല, എങ്ങനെയും ഫയലിൻ്റെ പേര് മാറ്റിയിടാമല്ലോ. നമ്മുടെ ഇന്നത്തെ ഇവിടെ DIG മറ്റോ ആയിരിക്കുന്ന അലക്സാണ്ടർ ജേക്കബ് IPS ഈ എവിടെയാണ് നടത്തിയ പ്രസംഗം എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കില്ല, വെൽഫെയർ പാർട്ടി പോലുള്ള ഒരു പാർട്ടിയുടെ ഒരു വേദിയിൽ നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു ചെറിയ കാര്യമൊക്കെ ഓർത്തിട്ട് ചിരി വരും. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പോലീസ് ഫോഴ്സിലായിരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ക്രിമിനൽ കേസ് തെളിയിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. കാരണം 5 നേരം നിസ്കരിക്കുന്നവൻ്റെ തഴമ്പുണ്ടെങ്കിൽ ആ തഴമ്പ് കണ്ടാൽ ഞാൻ പരിശുദ്ധ ഖുർആൻ കൊണ്ടുപോയി കൊടുക്കും, അതിൽ തൊട്ടിട്ട് ഇത് നീ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പറയും സാറേ ഞാൻ മോഷ്ടിച്ചു, ഞാൻ ഈ കൃത്യം നിർവഹിച്ചു എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് മുസ്ലിങ്ങളായ ക്രിമിനൽസിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ തെളിയിക്കാൻ എന്നാണ് പുള്ളി. ആ പ്രസംഗം എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ വേണമെങ്കിൽ എടുത്തു തരാം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്ന ഒരു അഫ്രോ അമേരിക്കൻ കവിയുടെ, അദ്ദേഹം അമേരിക്കയിലൊരു ബ്ലാക്ക് കവിയാണ്, അദ്ദേഹത്തിൻ്റെ ആസ് ഐ ഗ്രൂ ഓൾഡർ എന്ന് പറയുന്ന, അല്ലല്ല ജേക്കബൂനൂസ് അല്ല, ജേക്കബൂനൂസ് അല്ല ആളുകൾ ജേക്കബൂനൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ പിന്നീട് കൃത്യമായി കിട്ടും. അല്ലല്ല ജേക്കബൂനൂസ് അല്ല. ഞാനും അത്ഭുതപ്പെട്ടു. ജേക്കബൂനൂസ് അല്ല, അലക്സാണ്ടർ ജേക്കബാണ്. ഒരു പ്രത്യേക IGക്കോ അല്ലെങ്കിൽ DGPക്കോ ഒരു മതത്തിനെ അതിനെ ശ്ലാഘിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിന് നന്മ കണ്ടു, സംസാരിച്ച കുഴപ്പമില്ല. പക്ഷെ ഇത്തരം വളരെ ബാലിശമായ വാദങ്ങളൊക്കെ പറയുമ്പോഴാണ് അതും ഉന്നതനായൊരു പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഞാൻ ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ കാര്യം പറഞ്ഞു. ആ കവിത പഠിപ്പിച്ചിട്ട്, അപ്പോൾ അദ്ദേഹം വർണ്ണവെറിക്കെതിരെയുള്ളൊരു കവിതയാണ്, ഞാൻ കവിതയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ 30 പേരടങ്ങുന്ന എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ വർണ്ണവെറിയെക്കുറിച്ചും അമേരിക്കയിൽ നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സാമാന്യം നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ചോദിച്ചു, ഈ വർണ്ണവെറി ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ബാരിയറാണ്, അല്ലെങ്കിൽ ഒരു വിവേചന ഉപാധിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മതം, ജാതി, ഭാഷ, വർഗം, വർണ്ണം, ദേശീയത തുടങ്ങിയ മനുഷ്യനിർമ്മിതമായ സങ്കുചിതത്വങ്ങൾക്കെല്ലാം അതീതരാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെന്ന് വെച്ചു. 30 പേര്. എൻ്റെ കുട്ടികൾ സത്യസന്ധരായിരുന്നു, ആരും എഴുന്നേറ്റ് നിന്നില്ല.
അപ്പം ഞാൻ ഓരോരുത്തരോട് ചോദിച്ചിട്ടു താങ്കളെ വേട്ടയാടുന്ന ആ സംഘജീവിതം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് വിശദമായി കൊടുത്തു. അപ്പോൾ മിക്ക കുട്ടികളും പറഞ്ഞു മതമാണ് സാറേ ഞങ്ങളെ വേട്ടയാടുന്ന സംഘജീവിതം, മതമാണ്. അപ്പോൾ ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങളെല്ലാം ഇൻഡോക്ട്രിനേഷൻ്റെ ഇരകളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇൻഡോക്ട്രിനേഷൻ എന്താണ് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പം ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളെക്കെതിരെ അവർ ശബ്ദിക്കാത്തതല്ല. അത് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ വലിയ ഇലക്ട്രൽ ഡെമോക്രസിയിൽ അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. പക്ഷേ 57 മുതൽ പലവട്ടം ഭരണത്തിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം വർഗീയവാദികളായ മാനേജ്മെൻറ്റുകളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോകുന്നതിനെ പ്രതിരോധിക്കാൻ നിയമനിർമ്മാണങ്ങളിലൂടെയോ വിദ്യാഭ്യാസ രംഗത്തിലുള്ള ഇടപെടലുകളിലൂടെയോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ബംഗാളിൽ നിന്നൊക്കെയുള്ള ധാരാളം ആളുകൾ ഇവിടെ പണിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു CPM അനുഭാവി കുറച്ച് നാൾ മുമ്പ് വരെ ആയിരുന്നപ്പോൾ വലതുപക്ഷത്തെ ആളുകൾ പറയും കേട്ടോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ 10-30 കൊല്ലം ഭരിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ മുസ്ലിങ്ങളോടൊക്കെ വലിയ അവഗണന അവർ കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരൊക്കെ പിന്നെ ഇവിടെ പണിക്ക് വരുന്നത് പറയും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അല്പം ബോധമുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കേണ്ടത് അങ്ങനെയല്ല. ഈ കേരളത്തിൽ മലപ്പുറം എന്നുള്ള ഒരു ജില്ലയുണ്ട്, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ 2 ജില്ലകളിലൊന്നാണ്. മറ്റത് ബംഗാളിലാണ്, മുർഷിദാബാദ് എന്ന് പറയുന്ന ജില്ലയാണ്. അപ്പോൾ മുർഷിദാബാദ്, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഇത്തരം വലിയ ഭീമമായ പിന്നാക്കാവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇൻഹറൻ്റായിട്ട് അന്തർലീനമായിട്ട് ഭൗതിക വിദ്യാഭ്യാസം എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന ആധുനിക വിദ്യാഭ്യാസത്തോട് ഈ മതസ്ഥർ കാണിക്കുന്ന ഒരു വലിയ വിവേചനം, അല്ലെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും അതെന്തോ മോശപ്പെട്ട കാര്യമാണെന്നുള്ള ഒരു ബോധം അത് അന്തർലീനമായിട്ട് അവർ കൊടുക്കും. പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് ഇപ്പോൾ മദ്രസ നവീകരണം എന്ന് പറഞ്ഞ് അത് ശരിയാണ്, അത് അവരുടെ ആവശ്യമാണ്. മദ്രസകൾ നവീകരിച്ചാലാണ് ഇവർക്ക് വോട്ട് ബാങ്കുകളായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. വൈകാരികമായിട്ടുള്ള ഇഷ്യൂസ് നിലനിർത്തുകയും 2014 ഇലക്ഷന് വേണ്ടി ഒരുക്കം നടത്തുന്ന, ഞാൻ രാഷ്ട്രീയ ചർച്ച നടത്തിയല്ല കേട്ടോ, അപ്പോൾ ഇന്ന് അഴിമതിയിലും കുംഭകോണത്തിലൊക്കെ മുങ്ങിയിരിക്കുന്ന ഗവൺമെൻറ് അപ്പോൾ അതിനെ പ്രതിരോധിച്ചു. എങ്ങനെയാണ് പ്രതിരോധിച്ചത്? സൽമാൻ ഖുർഷിദിനെ വിദേശകാര്യമന്ത്രിയാക്കി. എന്നിട്ട് പറഞ്ഞു നടക്കുക ഉണ്ടോ, ഞങ്ങൾ മുസ്ലിമിനെ വിദേശകാര്യമന്ത്രിയാക്കി, ഞങ്ങൾ താരിഖ് അൻവറിനെയും റഹ്മാൻ മാലിക്കിനെയും ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി, അതിൽ മുസ്ലിങ്ങളുടെ ഇത് കൂട്ടി. അത് മതി. ഇങ്ങനെയുള്ള വൈകാരിക ഇഷ്യൂസിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള വോട്ട് ബാങ്കുകൾ കിട്ടാൻ മദ്രസ നവീകരണം പോലുള്ള പരിപാടികൾ കൊണ്ട് സാധിക്കുമെന്ന് ആ ഗവൺമെൻറ് അറിയാം. പിന്നെ ഈ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയാത്തതാണ്. അത് കഴിയുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ചും കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ ഈ ഒരാഴ്ച മുമ്പ് നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കാർണിവൽ ഓഫ് ജോയ് എന്ന് പറയുന്നൊരു പരിപാടി നടന്നു. തങ്കു ബ്രദറും തോമസ് ബ്രദറും നടത്തിയ ഈ പരിപാടി ഞാൻ 1-2 ദിവസം വീക്ഷിച്ചു. ആദ്യത്തെ ദിവസം പോയിരുന്നപ്പോൾ ഭയങ്കര ഒരു തമാശ, എനിക്ക് എത്ര ബുദ്ധിപരമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നറിയാമോ. അപ്പോൾ ഇവിടെ ഈ വലിയ ഒരു സുവിശേഷത്തിൻ്റെ വലിയൊരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സംഘപരിവാർ അതിനകത്ത് വലിയ അളവോളം മതപരിവർത്തന ഡ്രൈവ് ഉണ്ട് തീർച്ചയായിട്ടും അതിനകത്ത്. അപ്പോൾ മതപരിവർത്തനം മറ്റു കാര്യങ്ങളിൽ ഇവിടുത്തെ ചില കാര്യങ്ങളിലൊക്കെ സംഘപരിവാർ ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യനുകളൊക്കെ ആയിട്ടൊക്കെ ചില തന്ത്രപരമായ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടെങ്കിലും മതപരിവർത്തനത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് അവർ തമ്മിൽ ചെറിയ ഫ്രിക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കണം തങ്കു ബ്രദറും കൂട്ടരും ആ വലിയ മൈക്കിൾ ജാക്സൻ്റെ കൺസേർട്ട് നടത്തുന്ന പോലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ സിസ്റ്റത്തിലൂടെ നിന്നുകൊണ്ട് അവർ പറയാണ്, ഞങ്ങൾ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ത്യയുടെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നഗരസഭയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ MLA-മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, MP-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനം ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ദേശീയഗാനാലാപനവും. എങ്ങനെയുണ്ട്? ഞാനടക്കമുള്ള ആൾക്കാർ അറ്റൻഷൻ തന്നു, ദേശീയഗാനം കേൾക്കുമല്ലേ, അത് സുവിശേഷ വേദി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഇവരുടെ ഒരു തന്ത്രം, ഇത് മതേതരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തന്ത്രം ഇവർക്ക് അറിയില്ല, മുസ്ലിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. നന്ദി, നമസ്കാരം. രണ്ടായി വിഭജിച്ചപ്പോൾ നമ്മൾ മിക്കവാറും അത് പഠിക്കുമ്പോഴല്ലാതെ വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് ആണ് പൊതുവെ നമ്മളെല്ലാവരും കരുതുന്നത്. അതിനെ ഗാന്ധിജി എതിർത്തും എന്നും കോൺഗ്രസ് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ അനുകൂലിച്ചു എന്നുള്ളത്. എന്തായാലും ഞാൻ അത്രയും ഒരു വിശ്വാസത്തിന് അടിമയല്ല. ഈ രാജ്യം അന്ന് ഉണ്ടായ എന്ത് കാരണം കൊണ്ട് തന്നെയാണെങ്കിലും ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വിട്ടുപോയതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം
ഈ ഒരു സെറ്റപ്പിലെങ്കിലും നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം മലാല യൂസഫായി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ വാദിച്ചപ്പം അവരുടെ നട്ടലിലേക്കാണ് വെടിയുണ്ട പായിച്ച് അവരെ കൊന്നുകളഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ വലിയ ഫണ്ടുള്ളതുകൊണ്ട് അവരിന്ന് ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അന്ന് അങ്ങനെ ഈ രാജ്യം വിഭജിച്ചില്ലായിരുന്നെങ്കിൽ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്ന പാകിസ്ഥാനും, അതായത് അതിന് വ്യക്തമായ അതിർത്തിയൊന്നുമില്ല അഫ്ഗാനിസ്ഥാനുമായിട്ടൊന്നും, അതുപോലെ കിഴക്കൻ ബംഗാളിലും എല്ലാം ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തെ എത്രമാത്രം മലാല യൂസഫ് സായിമാരുണ്ടായതിനെ, എത്രമാത്രം കലാപങ്ങളുണ്ടായതിനെ, അതിൻ്റെ അനന്തരഫലം ഇപ്പോൾ സുഡാനിലുണ്ടായ പോലെ ആ രാജ്യം തന്നെ രണ്ടായി പോയേനെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഇതൊരു ചെറിയ കഷ്ണമാണ് സത്യത്തിൽ 47 വിട്ടുപോയുള്ളൂ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയെ തന്നെ 5-6 കഷ്ണങ്ങളാക്കി ഇതിനെ കൊണ്ടാൻ തക്കത്തിലുള്ള ഒരു മൗലികമായ ഒരു മതമൗലിക ശക്തി അതിനുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് വൈകിയാണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ നന്മ ഞാൻ കാണുന്നുണ്ട്. അതാണത് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ മലാല യൂസഫ് സായിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഈ നാട്ടിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ഒരു മൗനം ഒന്ന് നമ്മൾ നമ്മുടെ നാട്ടിലല്ല എന്ന് കരുതുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലും ഏതാണ്ടൊക്കെ സ്കൂളിൽ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു അവസരം കുറയാൻ പോവുകയാണ്. ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത്തരം ഈ ഗ്രൂപ്പുകളുടെയൊക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് തീരാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയ്യൂബ് സാറ് വളരെ നന്നായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. മതേതര ചിന്ത വളരെ രൂഢമൂലമായിട്ട് മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഞാനിന്ന് യുക്തിചിന്തയുടെ രൂപത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ വേദിയിൽ വെച്ച് മറ്റൊരു സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ എറണാകുളത്ത് വെച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സുഹൃത്തിനെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമാണ് EM അബ്ദുൽ ജബ്ബാറിൻ്റെ ഒരു പുസ്തകം എനിക്ക് തന്നത്. ആ പുസ്തകത്തിൻ്റെ കോപ്പി എടുത്ത് എനിക്ക് തരികയും ഒരു ചായക്കടയിൽ വെച്ചോ മറ്റ് ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ 1-2 തവണ കൂടി ഞാൻ അദ്ദേഹത്തെ കണ്ടു. അന്ന് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഇന്ന് അദ്ദേഹം KSRTCയിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയാറുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തിന് മുമ്പ് സംസാരിച്ച അബിദലി സാറിനോട്, അദ്ദേഹത്തോട് പറയാറുണ്ട്, ഞാനിങ്ങനെ ഒരു ബാദുഷയെ കണ്ടു, നന്നായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹം എനിക്ക് പുസ്തകം തന്നു. അന്ന് എൻ്റെ നിൽപ്പ് ചേകന്നൂർ മൗലവിയുടെ കൂടെയാണ്. അതിനു മുമ്പ് ഞാൻ വന്നത് കാട്ടു സുന്നി, അതായത് തനി യാഥാസ്ഥിക സുന്നി സമൂഹത്തിൽ നിന്നും അവിടെ പോയപ്പോൾ അത്ര ഒരു പുരോഗമനം പോരാ എന്ന് തോന്നിയുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പയ്യെ കാലുവെച്ചു. അവിടെയും തീവ്രവർഗീയവാദവും ആഗോള ഭീകരവാദികളാണ് അവർ എന്ന് തിരിച്ചറിഞ്ഞ് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കുന്ന, കുറച്ചുകൂടെ ലിബറലായിട്ട് കാര്യങ്ങളെ കാണുന്ന ചേകന്നൂർ മൗലവിയോടൊപ്പം നിന്നു. അവിടെയും എനിക്ക് തൃപ്തി പോരാഞ്ഞ് ഇങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ഈ മഞ്ഞ ടീഷർട്ടിട്ട് നിൽക്കുന്ന ബാദുഷയെ ഞാൻ കാണുന്നത്. പക്ഷേ അതിനു മുമ്പും ഞാൻ സ്വയമായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനൊരു യുക്തിവാദിയായി തീരുമെന്ന് ഞാൻ തന്നെ ഒരു പ്രവചനം നടത്തി. അത് ഞാൻ ഓർക്കണ്ടെന്ന് എൻ്റെ ആ സുഹൃത്ത് എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ മതേതര ചിന്ത എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഖുർആൻ അരിച്ചു പറക്കി ഞാൻ നോക്കുമായിരുന്നു. അത് TK ഉബൈദിൻ്റെ ഒരു തഫ്സീറുണ്ട്, അതിൽ നോക്കി പല സ്ഥലത്തും മതേതര ചിന്തയുമായിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ കണ്ടു. അത് അയ്യൂബ് സാറിന് അറിയാമായിരിക്കും. ഈ അറബി പ്രവാചകനിൽ വിശ്വസിച്ചവനോ മജൂസികളോ സാബികളോ ആരുമാവട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരും അവർ സ്വർഗത്തിലാണ്, ലഹും ഫിയാ ഖാലിദൂൻ, അവർ അതിൽ അല്ലേ, ആ ഒരു ഇതുണ്ട്. അത് 2-3 തവണ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും, ഇപ്പോൾ ദീനിയായിട്ടുള്ള ബോധമുള്ള പലരോടും ചോദിച്ചു, ഇതെങ്ങനെയാണ്, ശരിയാണോ, നമ്മുടെ കൂടെ എൻ്റെ സുഹൃത്തുക്കളായ ഹിന്ദുക്കളൊക്കെ വരുമോ സ്വർഗത്തിലേക്ക്? അത് നടക്കില്ല. ആ സംഭവത്തിന് അവർ പറഞ്ഞത് അവർ ആ മതം വെടിഞ്ഞ് ഇസ്ലാമിൽ വന്ന് 5 നേരം കുമ്പിട്ട് മറ്റേ സംഭവമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി. അപ്പോൾ അതിവിടെ പറഞ്ഞിട്ടില്ലല്ലോ, അത് പറഞ്ഞിട്ടില്ല. അത് നീ വായിച്ച രീതി ശരിയായില്ല, അതങ്ങനെയൊന്നും പറ്റില്ല, അതൊന്നും നടക്കില്ല, ഇത് മാത്രമേ പറ്റുള്ളൂ. അവിടെ സത്യത്തിൽ എനിക്ക് മതേതര ചിന്ത കൂടുതലായിട്ട് വന്നപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മതേതര ചിന്തയ്ക്ക് വിലയില്ല. ഞാൻ ശരിക്കും നോക്കി, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ വിശുദ്ധ ഗ്രന്ഥം വെച്ചുകൊണ്ട് മതേതരവാദിയായിട്ട് ഇതിൻ്റെ ചുവരുകൾക്കിടയിൽ നിൽക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സാധിക്കാത്ത ഒന്നുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ചർച്ച ഇസ്ലാമും മതേതരത്വമായത് വളരെ വിഷയാവതാരം പറഞ്ഞ പോലെ തന്നെ വളരെ ഇതായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു രീതിയിലും യോജിക്കാത്ത മതേതരത്വവും
ഈ മതവുമായിട്ട് ഒരു രീതിയിലും യോജിച്ചു വരുന്നു. ഒരു ചെറിയ ഒരു കാര്യം കൂടി, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളാണ്, ഞാനും വേറൊരു സുഹൃത്തുക്കളും. അപ്പോൾ അവിടെ മൂവാറ്റുപുഴയിലെ ഒരു പള്ളിയിൽ നിന്ന് ദറസിൽ പഠിക്കുന്ന കുറേ കുട്ടികളെ, പല കാറ്റഗറിയിലുള്ള കുട്ടികളെ, ദറസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ സെമിനാരി പോലുള്ള സംഭവം. അപ്പോൾ ഇവരെയൊക്കെ 8ഉം 10ഒക്കെ തോറ്റവരാണ്. ഇവരെ ഒന്ന് പഠിപ്പിക്കണം. ഇവരിപ്പോൾ മലപ്പുറത്ത് ഏതോ സ്കൂളിൽ സംഭവം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ നവംബറായി, ഇതുവരെ അവരൊന്നും നോക്കിയിട്ടില്ല. ഇനിയുള്ള കാലം പല 10ാം ക്ലാസ്, 11, 12 മൂന്ന് വിഭാഗത്തിലുള്ളവരുണ്ട്. ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സംഭവത്തിൽ ട്യൂഷൻ നടക്കുന്ന രാവിലെ ഏർലി മോർണിംഗ് 7:30 to 8:30, വൈകുന്നേരം 4:30 to 5:30. ഈ സമയങ്ങളിലൊന്നും ഇവർക്ക് വരാൻ പറ്റില്ല. പക്ഷെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, ഇവരെ പഠിപ്പിക്കണം. കാരണം ഇതിൽ ആരെങ്കിലും നമ്മളെപ്പോലെ നിലനിർച്ച് പോയാലോ. പക്ഷെ ആ ഉദ്ദേശം അവർക്കറിയില്ല. വായിക്കാത്തവരാണല്ലോ അവർ. ഇക്ര എന്ന് പറഞ്ഞ് തുടങ്ങി, സംഭവം ശരിയാ, പക്ഷെ വായിക്കുന്നതാ ഈ സംഭവം മാത്രമേ ഉള്ളൂ. വിഷയാവതാരം പറഞ്ഞാൽ. അപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കട്ടെ, 13 പേർക്കെങ്കിലും വായിക്കാനുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാം. അപ്പോൾ ഫീസ്, അവർ എല്ലാ പിള്ളേരും യത്തീമായ പിള്ളേരാണ്. ഫീസിൻ്റെ 1/3 വാങ്ങിച്ചുകൊണ്ട് ഈ സംഭവം ചെയ്യാം, കാര്യം ഞങ്ങൾക്ക് നഷ്ടമാണ്, ചെയ്തു തരാം എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. ആ പിള്ളേർ ജയിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഇവരോട് പറഞ്ഞു. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കാരണവന്മാരൊക്കെയും ഉറങ്ങുന്ന ആ പള്ളിയായിട്ട് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതൊന്ന്, പിന്നെ കുറേ പേരെ നമ്മുടെ ഇതായിട്ട് വരട്ടെ, കുറേ വായിക്കുന്നവരും അറിവുള്ളവരും ഒക്കെ ആവട്ടെ. കുട്ടികളെല്ലാം വരുന്നത് മറ്റേ തലക്കെട്ട് കെട്ടിയായിരിക്കും. എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല, തലക്കെട്ട് ഇട്ട് വന്നോട്ടെ. എല്ലാവരും വന്നു, ഇത് അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. അവർ, ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ യുക്തിവാദിത്വം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമെന്നല്ല, അതിനൊന്നും നമുക്ക് അവകാശമില്ല സത്യം. കാരണം അവർ പഠിക്കാൻ വന്നതുകൊണ്ടോ അതൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കും. അപ്പോൾ മതേതരത്വ ചിന്തയും ഇസ്ലാമുമായിട്ട് കൂട്ടിക്കെട്ടുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് വെളിവായി വരുന്നത്. ഇത് സംബന്ധിയായിട്ട് വിഷയാവതാരം വളരെ നന്നായിട്ട് ഇത് അവതരിപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തതിൽ എല്ലാം നമ്മുടെ ആശയങ്ങൾ തന്നെയാണ് പരസ്പരം പങ്കുവച്ചിട്ടുള്ളത്. ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പാഞ്ചാലിയുടെ ഒരു കഥ ഓർമ്മ വരും പോലെയാണ്. ആ സാരി എത്ര ശ്രമിച്ചാലും കഴിച്ചാൽ കിട്ടുന്നില്ല, പാഞ്ചാലിയുടെ കഥ വായിച്ചാൽ കിട്ടും എന്നതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് വലിയ വിഷമമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യം പുള്ളി മറ്റൊരു സുഹൃത്ത് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ തന്നെയായാലും സെക്കുലറിസവുമായി പുള്ളി പറഞ്ഞല്ലോ ഇപ്പോൾ വന്ന് മതങ്ങൾ ഒന്നും അതിനൊരു മതം എന്ന് പറയാതെ ഒരു സംസ്കാരം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാലും മതേതരത്വം എന്ന ഒരു ആശയത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഒന്നും ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ ഒന്നും ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ ക്രൈസ്തവ സഭ മതേതരത്വത്തിന് എതിരായി ഒന്നും രംഗത്ത് വരുന്നില്ല. ഇത് പറയും മതേതരത്വം വേണം, അല്ലെങ്കിൽ മതേതരത്വ സംവിധാനത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭ എന്തൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിലും അവരെതിർത്ത് കാണുന്നില്ല. ഹൈന്ദവതയും എതിർത്ത് കാണുന്നില്ല. ഇപ്പോൾ ഏക സിവിൽ കോഡിന് ആകെ എതിരെന്താ? ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഞാൻ കൂട്ടി പറയാം, കോമൺ നിയമം വേണം എന്ന് പറഞ്ഞൊരു സംവിധാനം വരാൻ നേരത്ത് ഇടതുപക്ഷക്കാർ അന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞത് അതിപ്പോൾ പറയാനായില്ല എന്നുള്ളതാണ്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കൂടി എല്ലാവർക്കും ഒരു നിയമം വേണം, അങ്ങനെ ഒരു പൊതു പൗര നിയമം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയണ്ട എന്നുള്ളതായിരുന്നു അന്ന് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇന്നും അവരത് പറയണില്ല കേട്ടോ. അപ്പോൾ അത് BJPൻ്റെതായിട്ടാണ് ഇവർ പറയുന്നത്. ഏക സിവിൽ കോഡ് എന്നുള്ളത് അത് BJPക്കാരുടെ മുദ്രയാണ്, BJPക്കാരുടേതല്ല. BJPക്കാർ പറഞ്ഞതുകൊണ്ട് എല്ലാ കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൂടല്ലോ. BJP ആയാലും കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും കാര്യം ആര് പറഞ്ഞോ
കാര്യങ്ങൾ നാം സ്വീകരിച്ചിരിക്കണം. പ്രത്യേകിച്ച് മതേതരത്വത്തിൻ്റെ ആളുകൾ, യുക്തിവാദികൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവമുണ്ട്. അപ്പം മതങ്ങൾക്കതില്ല. അത് രണ്ടും തമ്മിലതാണ്. മതേതര കക്ഷികൾക്കും മതങ്ങൾക്കും തമ്മിലുള്ള അന്തരം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ശാസ്ത്രമാണെന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ മറ്റൊരു ശാസ്ത്രജ്ഞനെ ഇന്നലെ ഇത്രയും കാലം ത്യാഗം ചെയ്ത് കണ്ടെത്തിയ ഒരു നിഗമനത്തെ, ഒരു സിദ്ധാന്തത്തെ അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ സ്വാഗതം ചെയ്യുക ചെയ്യുന്നത്, തെറ്റ് സ്വീകരിക്കാൻ തയ്യാറാകുകയാണ്. പക്ഷെ മതങ്ങളൊന്നും തന്നെ തെറ്റുണ്ടായിട്ട് വേണ്ടേ തിരുത്താൻ, സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് യുക്തിവാദ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ മതേതര ശക്തികളും മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പുള്ളി പറഞ്ഞൊരു സംഗതി ഖുർആനിൽ മതേതരത്വമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ദർസ് കുട്ടികളുടെ കഥ പറഞ്ഞല്ലോ. മലപ്പുറം ജില്ലയിൽ, ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ്. മലപ്പുറം ജില്ലയിൽ 4ാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഓതാൻ പോവാണ്, പള്ളി ദർസിലേക്ക് ഇങ്ങനെ ഓതാൻ പോവാണ്. അങ്ങനെ ഇന്നറിയപ്പെടുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്കൂൾ 4ാം ക്ലാസ്സാണ്. അങ്ങനെ തുടങ്ങി വലിയ വലിയ പണ്ഡിതന്മാർ പോലും 4ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെയൊക്കെ ആളുകളാണുള്ളത്. പക്ഷെ അതിൻ്റെ ദുരന്ത ഫലം ന്യൂനപക്ഷ രാഷ്ട്രീയം കൂടി കടന്നു വന്നപ്പോൾ അർഹരല്ലാത്തവർ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നു. ഭരണചക്രം എന്നുള്ള ഈ വലിയ ചക്രം കറക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഭരണനേതൃത്വത്തിൽ വന്നപ്പോൾ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസമല്ല, ഭരിക്കേണ്ട കഴിവില്ല, അതിനുള്ള അറിവില്ല. പക്ഷേ അവർ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ മാത്രം, ഇപ്പം നമുക്കറിയാം, ഇന്ന് ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ ഇവിടെ MLA-മാരും MP-മാരും ആയവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നോക്കിയാൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലുള്ളവരൊക്കെ നമ്മുടെ MP-മാരായത് ന്യൂനപക്ഷത്തിന് കിട്ടിയൊരു അവകാശമാണ്, വിദ്യാഭ്യാസം ഇല്ലാതെ കിട്ടിയൊരു അവകാശമാണത്. അപ്പോൾ അർഹരല്ലാത്തവർ സ്ഥാനത്ത് വരുന്നുണ്ട്. അത് ഈ മാറ്റിയെടുക്കാൻ പുള്ളിയെപ്പോലുള്ള ആളുകൾ രംഗത്ത് വന്നാൽ നടക്കും. പിന്നെ ഈ മതനവീകരണം, മദ്രസ നവീകരണത്തെക്കുറിച്ച് ന്യായീകരിച്ചപ്പോൾ സംഗതി രാഷ്ട്രീയ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും അതിലൊരു പ്രശ്നം, ഈ കുഞ്ഞു മനസ്സുകളിൽ മദ്രസകൾ ചെലുത്തുന്ന സ്വാധീനം. മദ്രസ നവീകരണത്തിന് ഞാൻ യു കലാനാഥൻ മാഷക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെയും അറബിയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളും മലയാളത്തിലാക്കിയിട്ട് തരാം, എന്നിട്ട് ഇത് പഠിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് സുപ്രീം കോടതി ചെന്നിട്ട് നമുക്ക് കേസിന് പോകണം. അതിൻ്റെ ഏകദേശം കലാനാഥൻ മാഷ് അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിത് ഫുള്ളും അറബിയിലുള്ളതൊക്കെ മലയാളത്തിലാക്കി മുജാഹിദിൻ്റെ, സുന്നിയുടെ, സമസ്തയുടെ എല്ലാവരുടെയും പാഠപുസ്തകങ്ങൾ വാങ്ങി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളും ഇതര മതര വിദ്വേഷങ്ങൾ വിലർത്തുന്നതോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് അറബി കോളേജിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടി വിഷമമായ രംഗത്താണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ മലയാളത്തിലാക്കിയിട്ട് കലാനാഥൻ മാഷ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? മദ്രസ നവീകരണത്തിന് എതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ. മാത്രമല്ല ഭൂരിപക്ഷത്തിന് കിട്ടാത്ത ഒരവകാശം ന്യൂനപക്ഷത്തിന് കൊടുത്തുകൂടാ. ഭൂരിപക്ഷത്തിന് കിട്ടാത്ത ഒരവകാശം ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ ന്യൂനപക്ഷം അതിൻ്റെ മറവിൽ വളരുകയാണ്. ആ വളർച്ച മറ്റു സമൂഹങ്ങൾക്കും കൂടി ദോഷം ചെയ്യുന്ന വിധത്തിലാണ്. അതുകൊണ്ട് നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് ചിലതൊക്കെ കണ്ണടക്കാൻ പറ്റില്ല, പക്ഷെ അവനവൻ തന്ത്രമാണല്ലോ. യുക്തിബോധത്തിലൂടെ, യുക്തിചിന്തയിലൂടെ സെക്കുലറിസം അല്ലെങ്കിൽ സെക്കുലർ പ്രസ്ഥാനം എങ്ങനെ സമൂഹത്തിൽ രൂഢമൂലമാക്കാം എന്ന് നാം ചർച്ച ചെയ്യണം. യുക്തിവാദത്തിൻ്റെ രീതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. ഈ മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ, സെക്കുലറിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കുറേ ബോധമാവും എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ബഷീറിന് തന്നെ അദ്ദേഹത്തിന് ഈ വിഷയവുമായി അടുപ്പിക്കുന്നത് മതേതര ചിന്താഗതിക്കാരാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഖുർആനിൽ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ. ഇത് ചേകന്നൂരിൽ നിന്നാണ് ആദ്യമായി കേരള സമൂഹം കേൾക്കുന്നത്. അതുവരെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി തമ്മിൽ വളരെ അകൽച്ചയിലായിരുന്നു. നമുക്കറിയാം, ഉദ്ഹിയ്യത്തിന് വലിയൊരുന്നാക്ക് ഓരോ പള്ളിയിലും 18, 10, 20 മലപ്പുറം ജില്ലയിലെ പള്ളിയിൽ ഉദ്ഹിയ്യത്ത് ഇറക്കാറുണ്ട്. അടുത്ത വീട്ടിലെ രാജനക്കൊരിക്കലും മാംസം കൊടുക്കാറില്ല. കാരണം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ആർക്കും ഷെയർ ചെയ്യുക, ഇതര മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ചേകന്നൂര് കൊടിയത്തൂര് വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാബി. ഈ ആയത്തോതിട്ട്
ക്രിസ്ത്യാനികളും ജൂതരും സാബികളും എല്ലാ മതങ്ങൾക്കും മോക്ഷമുണ്ട്. മതമേതോ ആവട്ടെ, എല്ലാ തോടും ഒഴുകുന്നത് കടലിലേക്കായതുപോലെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. പ്രധാനമായും വേണ്ടത് ആമനബില്ല, അള്ളാഹുൽ വിശ്വസിക്കണം, പിന്നെ പാരത്രിക മോക്ഷത്തിലും വിശ്വസിക്കണം എന്നാ കിട്ടും. എന്നിട്ട് അദ്ദേഹം സർവമത സത്യവാദം എന്നൊരു പറഞ്ഞ് വളരെ ചെറിയൊരു പുസ്തകം ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹം ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത് സർവമത നിരാസമായിരുന്നു. ആ പുസ്തകം വായിച്ചാൽ തിരികെ ആ വളരെ ചെറിയൊരു പുസ്തകമാണ്, 10-20 പേജുള്ളൊരു പുസ്തകമാണ്. കാരണം അദ്ദേഹം മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതത്തെ പൊളിച്ച ഒരാളാണ്. കാരണം എല്ലാ മതം സത്യമാണെന്ന് ഖുർആൻ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പരമാവധി ശ്രമിച്ചു നോക്കിയിട്ട് കഴിയാത്തത് ആ പുസ്തകത്തിൽ അദ്ദേഹം വരച്ച് കാണിക്കുന്നുണ്ട്. അതന്നെ ഖുർആനോ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഹദീസൊക്കെ വെച്ചാൽ തീരും കഴിയില്ല. പിന്നെ അബുൽ കലാം ആസാദിനെയും അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. സർവമത സത്യമല്ല, ഐക്യം എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാധ്യമല്ല എന്ന് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മതേതരത്വവുമായി അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളുമായി ഇതര സംസ്കാരവുമായി ഇതര ഇസങ്ങളുമായി പൊരുത്തപ്പെടില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ ഇസ്ലാം സ്വാധീനിച്ചത് ഇപ്പോൾ ഇതിൻ്റെ പേര് ഇസ്ലാമും എന്നാണ്. ആ പേര് തന്നെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നതാ. കമ്മ്യൂണിസം, സോഷ്യലിസം, ഇസ്ലാം മതം എന്നാണ് വേണ്ടത്. മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്നല്ല, ഇസ്ലാം മതം എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവരുടെ സ്വാധീനം സമൂഹത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ ഹരിജന ലീഗ് ഉണ്ടാക്കി. അതെന്തിനാ ഹരിജന ലീഗ്? പണ്ട് ആൾക്കാരെ മതം കൂട്ടൽ കുറേ തൊപ്പിയിട്ടിട്ടും മാർക്കം കഴിച്ചിട്ടൊക്കെ ആയിരുന്നു. ഇന്ന് മതത്തിൽ കൂട്ടൽ എങ്ങനെയാ? കുറേ ഓണത്തിന് കിറ്റ്, ഇല്ലെങ്കിലും മതസംഘടനകൾ തികച്ചും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ മതപരിവർത്തനമാണ്. ഹോസ്പിറ്റലുകൾ, ചാരിറ്റബിൾ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്നത് ആ മതത്തിൻ്റെ ആളുകൾ നന്നാവട്ടെ എന്ന് എഴുതിയിട്ടല്ല, ആ മതത്തിൻ്റെ ആളുകളെ ഇങ്ങോട്ട് അടുപ്പിക്കാനാണ്, മുഅല്ലിഫത്തുൽ ഖുലൂബിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരൊക്കെ ഇപ്പോൾ ഓണത്തിന് എല്ലാവർക്കും കുടുംബുണ്ട്. ഇതാരപ്പോൾ ലീഗാ കൊടുക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണയായി ഭവനം, കുറേ ആളുകൾക്ക് വീട്, അതിൽ കുറേ ഹിന്ദുക്കളെ തിരഞ്ഞെടുത്തു, ഹരിജനങ്ങൾ. അത് തന്നെ ഇസ്ലാം എന്ന പേര് വെക്കാതെ പരമാവധി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി, അവിടെ ഇസ്ലാം എന്നൊരു പേര് പോലുമില്ല. സോളിഡാരിറ്റി, ഒരു സിമെൻറ്റ് കമ്പനിയുടെ പേരാന്ന് ആദ്യം ചിന്തിച്ചു പോകും. അതൊരു മതസംഘടനയാണത്. പക്ഷെ അവിടെ ഇസ്ലാം എന്ന് മനഃപൂർവ്വം അതിൻ്റെ നേതൃത്വത്തിലുള്ളതാരാ? സെക്യുലർ ചിന്താഗതിയുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങളല്ല അതിൻ്റെ തലപ്പത്തുള്ളത്. അങ്ങനെ തന്ത്രപരമായി യുക്തിപൂർവമായി അവർ കടന്നു വരുന്നുണ്ട്. ഇതിനെ നേരിടാൻ ഞാനതിൻ്റെ എല്ലാ വർഷത്തിലേക്കും പോവാതിരുന്നത് നമുക്ക് ബോധമുള്ള കാര്യമായതുകൊണ്ടാണ്. എല്ലാ രംഗത്തും എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മതത്തിൻ്റെ പേരിലും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അനുവദിച്ചുകൂടാ. അത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. എന്തെല്ലാം ഇതിനൊക്കെ കാശ് വരുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിശാസ്ത്രപരമായ ഒരു അതിർത്തിയിൽ നിന്നുകൊണ്ടല്ലേ ഇതൊരു രാഷ്ട്രം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യത്തുള്ള മുസ്ലിങ്ങളും കൂടി ഐക്യമാണ്. ഇവിടെ സൗദി അറേബ്യ, പിന്നെ ഈജിപ്ത്, ഖത്തർ, എല്ലാ മുസ്ലിം സംഘടനകളോട് അവിടെയുള്ള സംഘടന ഈ സംഘടനയുമായിട്ട് ടൈപ്പുണ്ട്. ഏതെങ്കിലും വിധത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം മതപരിവർത്തനത്തിന് വേണ്ടി റാബിത്ത 20,000 ഒരാൾക്ക് വെച്ചിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ധാരാളം ആളുകൾക്ക് ഇവിടുന്ന് അവരുടെ പൈസ കൊണ്ടാണ് മതപരിവർത്തനം ചെയ്യുന്നത്. ആ മതപരിവർത്തനത്തിൻ്റെ രൂപം പാലം കെട്ടുക. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കിറ്റരി, അല്ലെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ്, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ കാശ്, ഇത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വളരെ ദൂരെ നിന്ന് നോക്കിക്കണ്ടാൽ പ്രയാസമാവും. അതിനെ എതിർക്കേണ്ട വിധത്തിലും അല്ലെങ്കിൽ അതിനെ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് മാത്രമല്ല, എല്ലാ മേഖലകളിലുണ്ട്. അത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്നെ മതങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ രാജ്യത്ത് ആരൊക്കെയാണോ കഴിവ് കുറഞ്ഞവർ, ആരൊക്കെയാണോ അർഹർ എന്ന് നോക്കിയിട്ടിപ്പോൾ ദാരിദ്ര്യരേഖ താഴെയും മുകളിലും എന്നുള്ള റേഷൻ കാർഡ് വേർതിരിച്ചതുപോലെ വേർതിരിക്കാവുന്നതാണ്. പിന്നെ ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതും ഈ പറഞ്ഞമാതിരി സ്കോളർഷിപ്പ് എന്താണ്? ഒന്നിച്ചു പഠിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വരുമ്പോൾ എൻ്റെ കുട്ടിക്ക്
അവൻ മാർക്ക് കുറഞ്ഞിട്ടും ഓനക്ക് അർഹമായ 1-ാം സ്ഥാനത്ത് നന്നായി രാത്രി ഉറക്കിരുന്ന് ട്യൂഷൻ പോയി പഠിച്ച കുട്ടിയുടെ സ്ഥാനത്തേക്ക് ഞാൻ ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ ഞാൻ ട്യൂഷൻ കൊടുക്കാതെ എൻ്റെ കുട്ടിയും ഓനക്ക് ഒരേ സീറ്റ് കിട്ടുകയാണ്. അപ്പോൾ അർഹരല്ലാത്തവർ യഥാർത്ഥ സ്ഥാനത്തേക്ക് വരും. അത് രാഷ്ട്രീയ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ വിപത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭരണം എന്താണെന്നറിയാത്തവർ ഭരണരംഗത്തേക്ക് വന്നതിൻ്റെ ചിത്രം കേരളത്തിൽ ധാരാളമുണ്ട്. ധാരാളം. നമുക്കറിയാം, പച്ച മലയാളത്തിലൊക്കെ ആയിരുന്നു അസംബ്ലിയിലും പാർലമെൻറ്റിലൊക്കെ സംസാരിച്ചിരുന്നത്. കാരണം അവർക്ക് ആ ഭാഷ അറിയില്ല. സർവ്വഭാഷയും ഇന്ന് നമുക്കൊക്കെ ഗ്ലോബൽ വില്ലേജ് പോലെ എല്ലാവരോടും ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്തു പോലും സൗദി അറേബ്യയിൽ ചെന്നിട്ട് അവിടുത്തെ ചാനലും അവിടുത്തെ ആളുകളുടെ വിദ്യാഭ്യാസം നോക്കൂ, സാക്ഷരതയിൽ 25%, 30% താഴെയാണ്. അത്രയും അവിടെയൊക്കെ എന്ന സമ്പത്ത് എത്രാനും കൂടുതലാണ്. അപ്പോൾ അവരത്രേ വളരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കേരളവും അല്ലെങ്കിൽ ഇന്ത്യയുമൊക്കെ കേരളമാണ് കുറച്ചും കൂടി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നത്. യുക്തിവാദ പ്രസ്ഥാനങ്ങളും സെക്കുലർ ചിന്താഗതിക്കാരും ക്രൈസ്തവ സഭ പോലുള്ള മതസംഘടനകളാണ്. അവരൊക്കെ രംഗത്ത് വന്നപ്പോൾ അവരെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കണം, അതിന് നമ്മളും വിദ്യ അഭ്യസിക്കണം എന്ന രീതിയിലേക്ക് വന്നു. പക്ഷേ ഇതൊക്കെ മതേതര ജനാധിപത്യ വ്യവസ്ഥകൾക്കെതിരാകുന്ന ചില രീതിയിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വേണ്ട വിധത്തിൽ ചെറുത്ത് നിൽക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു.